അപ്പോൾ പുള്ളി അന്ന് പറയായിരുന്നു, എടാ നീ ഇപ്പോൾ ഒരു ഫ്രെയിം ചെയ്യുമ്പം 30 വർഷം കഴിഞ്ഞാലും ആ ഫ്രെയിം പുതുതായിട്ട് തോന്നണം, അങ്ങനെ നീ പെർഫോം ചെയ്യാവുള്ളൂ. അപ്പോൾ അങ്ങനെ മുൻവിധി ഒരുപാടുള്ള ഒരു 10-100 വർഷം മുന്നിൽ ചിന്തിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. സത്യത്തിൽ ഈ വയലിനാണ് അദ്ദേഹം എന്നെ ഇഷ്ടപ്പെടാനും ഇതെല്ലാം ചെയ്യാനുള്ള കാരണം. ഗന്ധർവക്ഷേത്രത്തിലാണ് ആർട്ട് ഡയറക്ടർ. അതിൻ്റെ പോസ്റ്റർ, ഗന്ധർവക്ഷേത്രത്തിൻ്റെ പോസ്റ്റർ കണ്ടിട്ടാണ് ഫാസിൽ സാറ് നെടുമുടി വേണുചേട്ടനോട് പറയുന്നത്, നീ നോക്ക്, ആ പോസ്റ്റർ നോക്ക്, അതിൽ തന്നെ ഒരു വലിയൊരു പുതുമയുണ്ട്. തളിരും മിഴിപൂട്ടി താഴെ ശ്യാമാംബരത്തിൻ നിറമായി ഏകയായി കേഴുന്നു. ഓർമ്മയിലെന്നും നിറങ്ങൾ നൃത്തം വെക്കുന്ന ഒരു മനസ്സുമായി വടക്കാഞ്ചേരിക്കടുത്തെ എങ്കക്കാട്ട് നിന്നും അടിമുടി കലാകാരനായ ഒരു മനുഷ്യൻ മദ്രാശിക്ക് വണ്ടി കയറി. അമ്മാവൻ PN മേനോന്റെ അനുഗ്രഹാശിസുകളാൽ കലാ സംവിധാനത്തിലായിരുന്നു അയാൾ ആദ്യം കൈവച്ചത്. സ്റ്റുഡിയോ സെറ്റുകൾ എക്സ്ട്രീം ഒറിജിനാലിറ്റിയിൽ ഒരുക്കുന്നതിൽ പുകൾപെറ്റ ആ നാമം പ്രയാണം എന്ന ചിത്രത്തിലൂടെ സംവിധാനം, നിർമ്മാണം, കലാസംവിധാനം എന്നിങ്ങനെ ഒട്ടേറെ വിഭാഗങ്ങളിൽ സെല്ലുലോയിഡിൽ എഴുതിവെക്കപ്പെട്ടു. തുടർന്ന് സ്വന്തം സിനിമകളിലെ സമസ്ത മേഖലകളിലും ആ സവിശേഷ സ്പർശം പ്രശസ്തിയാർജിച്ചു. അതുല്യനായ ഒരു ചിത്രകാരന്റെ ക്യാൻവാസുകൾ പോലെയുള്ള ഫ്രെയിമുകൾ, താരാധിക്യമില്ലാത്ത ചിത്രങ്ങളിലും ദൃശ്യവ്യാകരണം കൊണ്ട് സൂപ്പർ ഹിറ്റുകൾ ഒരുക്കാനുള്ള സംവിധാന പാടവം, കലയും കച്ചവടവും കൃത്യമായി വിളക്കിച്ചേർക്കുന്നതിൽ അനിതര സാധാരണമായ മികവുള്ള ഡയറക്ടോറിയൽ ലെഗസി, കലാസംവിധാനം, ചിത്രസംയോജനം, സംഗീതം, ഗാനരചന തുടങ്ങിയ ഒട്ടേറെ മേഖലകളിൽ മുദ്ര ചാർത്താനും അതിൽ സംസ്ഥാന പുരസ്കാരങ്ങൾ ഒന്നിലേറെ തവണ നേടാനും കെൽപ്പുള്ള മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാൻ, മലയാള സിനിമയുടെ സംവിധായക കുലപതികളിൽ മുൻനിരക്കാരൻ. ഓർമ്മയിലെന്നും ഭരതൻ. ഭരതൻ സാർ തിരശ്ശീലയിൽ അവതരിപ്പിച്ച അഭിനേതാക്കൾ ആരും തന്നെ വൺ ഫിലിം വണ്ടറുകളായിരുന്നില്ല. അവർ വീണ്ടും ഒരുപാട് ചിത്രങ്ങളിൽ അവരുടെ പ്രതിഭ കൊണ്ട് നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന വൈശാലി എന്ന ചിത്രത്തിലെ ലോമപാത മഹാരാജാവായി നമ്മളെ അത്ഭുതപ്പെടുത്തിയ നടൻ ഇപ്പോഴും മലയാള സിനിമകളിലെ സജീവ സാന്നിധ്യം. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട ബാബു ആന്റണി. ഞാന് ആമുഖത്തിൽ പറഞ്ഞു, ഭരതൻ സാർ സിനിമയിലേക്ക് കൊണ്ടുവന്ന പല കലാകാരന്മാരും പല അഭിനേതാക്കളും ഒന്നും ഒരു വൺ ഫിലിം വണ്ടറുകളായിരുന്നില്ല. പിന്നെയും ഒരുപാട് സിനിമകളിൽ അവരെ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അവരുടെ പ്രതിഭ നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാളാണ് ബാബുചേട്ടൻ. ഭരതൻ സാറിന്റെ കണ്ടെത്തലാണ്. ഇപ്പം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പൊന്നിയിൻ സെൽവൻ പോലൊരു പടം വരുമ്പോഴും കൊച്ചുണ്ണി പോലൊരു പടം വരുമ്പോഴും എല്ലാം അല്ലൊരു ഹിസ്റ്റോറിക്കൽ മൂവി എടുത്താൽ, സമകാലീന ചിത്രം എടുക്കുമ്പോഴെല്ലാം ബാബുചേട്ടന്റെ സാന്നിധ്യം അതിനകത്തുണ്ട്. അപ്പം ആദ്യത്തെ പടത്തിൽ ശരിക്കും നമുക്ക് മാർഷൽ ആർട്സ് അറിയാവുന്നതുകൊണ്ട് വന്നാന്നൊക്കെ അന്ന് കാലത്ത് വേണമെങ്കിൽ പലരും ആരോപിച്ചു കാണും. പക്ഷെ ഇപ്പോഴും ബാബുചേട്ടൻ വളരെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ചിലമ്പ് എന്ന് പറയുന്ന ചിത്രത്തിലേക്കുള്ള ബാബുചേട്ടനും ഭരതേട്ടനുമായിട്ടുള്ളൊരു കണ്ടെത്തലിന്റെ കഥ എന്താണ്? അത് ഒരു ഭയങ്കര ലോങ് സ്റ്റോറിയാണ്, നമുക്കത് ഷോർട്ടായിട്ട് പറയാം. ഞാൻ ബേസിക്കലി പൂനെയിലാണ് ഞാൻ MBA ചെയ്തത്. അപ്പോൾ എൻ്റെ അടുത്തായിട്ടായിരുന്നു, പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തൊട്ടടുത്തായിരുന്നു. അപ്പോൾ അവിടെ പോയി ഇടയ്ക്കിടയ്ക്ക് പോവുകയും, അപ്പോൾ നമ്മൾ അവിടെ കേൾക്കുന്ന പേരുകൾ ഭരതേട്ടൻ, അരവിന്ദൻ, പത്മരാജൻ, IV ശശി, ജോഷിയേട്ടൻ, ഹരിഹരൻ, അങ്ങനെയുള്ള ചില പേരുകൾ കേൾക്കാറുള്ളൂ. അന്നത്തെ കാലത്ത് താടിയൊക്കെ വളർത്തി ഒരു ബുദ്ധിജീവി ലൈനിൽ നടക്കുന്ന കൊമേഴ്ഷ്യൽ സിനിമകളോടൊക്കെ ഒരു ചെറിയ വിമുഖത. ഏതൊക്കെയാലും അവിടുന്ന് ഞാൻ സിനിമ ഒരു മോഹമായിട്ട്, സിനിമാറ്റോഗ്രാഫി ആയിരുന്നു ആദ്യത്തെ എൻ്റെ ഒരു ഉദ്ദേശം. പക്ഷെ അതിനെനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ അത് മാറ്റിയായിരുന്നു FTIയിൽ. നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞു, പ്രത്യേകിച്ചൊരു പൊക്കമൊക്കെ ഉണ്ടല്ലോ. പക്ഷെ നമ്മൾ അന്നത്തെ ഒരു രൂപം എന്ന് പറഞ്ഞാൽ അന്നത്തെ മലയാള സിനിമയ്ക്ക് പറ്റിയൊരു രൂപമായിരുന്നില്ല. പൊക്കമുള്ള നീണ്ട മുടിയും താടിയും കമ്മലും ഒക്കെ ഇട്ടുള്ളൊരു കീറിയ ജീൻസും കീറിയ പാൻറ്റും അന്ന് അതെ.
അപ്പോൾ മലയാള സിനിമയിൽ ഒരു ഭരതേട്ടനല്ലാതെ വേറൊരാളും നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരവസ്ഥയായിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ചെന്നൈയിലെത്തുന്നു, ഭരതേട്ടൻ്റെ വീട്ടിൽ പോയി പലതവണ ഭരതേട്ടൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ നടന്നു. അപ്പോൾ ആരും പുറത്തൊന്നും കണ്ടില്ല, പിന്നെ കയറാനും ഒരു ധൈര്യക്കുറവുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ ഭരതേട്ടൻ ഇങ്ങനെ പുറത്ത് നിൽപ്പുണ്ട്. സിദ്ധാർത്ഥൻ കുഞ്ഞാ, പുള്ളിയും ലളിത ചേച്ചിയൊക്കെ അവിടെ നിൽപ്പുണ്ട്. പുള്ളി ഇങ്ങനെ വയറിലൊക്കെ തടയി ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ അകത്തേക്ക് കയറി, എന്നെ കണ്ട പുള്ളി ഇങ്ങനെ നോക്കി, വളരെ കാര്യമായിട്ട് നോക്കി. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു രൂപമൊക്കെ കണ്ടപ്പോൾ ലളിത ചേച്ചിയോട് പറയും, ഒരു വല്ലതും കൊടുത്ത് പറഞ്ഞു വിടും. അവനോട് നീ എവിടെ നിന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പൂനെയിൽ നിന്ന് വരികയാണ്, മലയാളിയാണ്. അപ്പം ഞാൻ പിന്നെ എൻ്റെ ഒരു ആൽബം ഉണ്ടായിരുന്നു, അന്നപ്പോഴത്തേക്ക് കെ മോഹനും മുരളീധരനും ഒക്കെ എടുത്ത ഒരു കുറെ ചെറിയൊരു ആൽബം, അത് ഞാൻ ഭരതേട്ടനെ കാണിച്ചു. അന്നേരം ഭരതേട്ടൻ പറഞ്ഞു നിന്നെ ഉപയോഗിക്കാം, ഒരു 10 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അപ്പൊ തന്നെ ഒരു 10 ദിവസത്തെ ഗ്യാപ്പിൽ ഇത് കിട്ടി. 10 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ 10 ദിവസം പിന്നെ ഒരു വലിയ സംഭവമാണല്ലോ, 10 വർഷത്തെ. അപ്പോൾ ഇങ്ങനെ 10 ദിവസം കഴിഞ്ഞ് ചെല്ലുന്നു. അപ്പോൾ ഇങ്ങനെ ഭരതേട്ടൻ പറഞ്ഞു നിന്നെ ചിലമ്പെന്ന് പറഞ്ഞൊരു സിനിമയാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്, റഹ്മാനാണ് ഹീറോ. അപ്പോൾ നിന്നെ അതിനകത്ത് വില്ലനായിട്ട് കാസ്റ്റ് ചെയ്യാൻ പോകും. അപ്പോൾ കരാട്ടയും കളരിയും തമ്മിലുള്ള ഒരു മത്സരമാണ്. അപ്പോൾ നീ അന്ന് കരാട്ടെ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കാസ്റ്റ് ചെയ്ത് അന്നൊരു 2500 രൂപ എൻ്റെ കൈ തന്നു. അന്ന് 2500 രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അതായത് നമ്മൾ ശരിക്കും പൈസ കിട്ടില്ലല്ലോ അഭിനയിക്കാൻ തയ്യാറാണ്. പൈസ കിട്ടിയാൽ നമ്മൾ വേണം എന്ത് വേണം ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു തുടക്കം. നോക്കൂ, 86-87 കാലഘട്ടങ്ങളിൽ നമ്മൾ ഗേറ്റിന് മുന്നിലൂടെ നടന്ന് ഒരു സംവിധായകനെ കണ്ട് ഒരു ആൽബം കാണിക്കുന്നു, 10 ദിവസത്തിനകം വേഷം വരുന്നു. അപ്പോൾ ഒറ്റ കാഴ്ചയിൽ ഒരു ആൽബം കാണുന്നിടത്ത് നിന്ന് ഒരു കലാകാരന്റെ പൊട്ടൻഷ്യൽ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള അസാമാന്യ ശേഷിയാണ് ബാബു ആന്റണി എന്ന അഭിനേതാവ് ഇപ്പോഴും ഇവിടെ നമ്മളോടൊപ്പം ഇന്ന് ഈ പരിപാടി വരെയും എത്തി നിൽക്കുന്ന അവസ്ഥകളിൽ തുടരുന്നു അഭിനേതാവായി. ചേട്ടാ, താങ്ക് യു. ഇരിക്കും. ഈ ചിലമ്പ് ചെയ്യുന്ന സമയത്ത് ബാബുച്ചേട്ടനെ സംബന്ധിച്ച് ഇതിനകത്ത് എന്നെ കിട്ടിയത് നീ കരാട്ടയൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നുള്ള പറഞ്ഞതിന്റെ കാരണം കൊണ്ടാണല്ലോ എന്ന് തോന്നാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ഫൈറ്ററാണ്, അയാളൊരു ഫൈറ്റ് ചെയ്യും എന്ന ബോധ്യത്തിലാണ് അതിലെ വില്ലനായിട്ട് വരുന്നത്. അപ്പം ബാബുച്ചേട്ടൻ ഈ ഭരത് സാറിനോട് അന്ന് സംസാരിച്ച് ചോദിച്ചിട്ടുണ്ടോ എന്റെ ഒരു അടുത്ത പടങ്ങൾ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ള ഒരു ഡയറക്ടർ എന്നുള്ള നില ചോദിച്ചിട്ടുണ്ടോ ആ സമയത്ത്? അപ്പൊ ഈ കാസ്റ്റിംഗ് കോളിൽ തന്നെ കാര്യം ഞാൻ പറയാം. ഇപ്പൊ ഒരു യഥാർത്ഥ കലാകാരനാണെങ്കിൽ അവൻ ഒരാളെ കാണുമ്പോൾ മനസ്സിലാവും, അവന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാവും. അത് വലിയ പ്രതിഭകൾക്ക് സാധിക്കുള്ളൂ. ഇപ്പൊ ഈ പറഞ്ഞ ഒരുപാട് ഓഡീഷൻസ് എന്നും കണ്ടിട്ടും അവർക്ക് മനസ്സിലാകാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് ഇപ്പോൾ. അതൊരു പക്ഷേ ഈ ചെയ്യാൻ പോകുന്ന ക്യാരക്ടറെ നമുക്ക് ഷൂട്ട് ചെയ്ത് എടുക്കേണ്ട ഒരു ക്യാരക്ടറെ കുറിച്ചുള്ള ഇവരുടെ ഒരു വലിയ ബോധ്യമാണ്. പ്രതിഭകൾക്ക് അത് മനസ്സിലാവും പെട്ടെന്ന്, അത് ചെയ്യാൻ പറ്റുമെന്നുള്ള എന്റെ ഒരു കാൽക്കുലേഷൻ. അതെ, അത് ഞാനെന്ന് ഇവിടെ ഒരു തവണ പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ ഇപ്പൊ നമ്മൾ വേണമെങ്കിൽ ഒരു ഡയറക്ടർ വേണ്ടെന്ന് വെക്കുന്ന കാര്യം, നമ്മുടെ താരും തളരും എന്നുള്ള പാട്ടെടുക്കുമ്പോൾ, അപ്പം ഞാനൊരിക്കൽ രവീന്ദ്ര മാസ്റ്റർ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, ഹരിമുരളീരവം എന്ന് പറയുന്ന പാട്ടിന്റെ വിഷ്വലിൽ 2 കൊലപാതകമുണ്ട്. ഹീറോ 2 പേരെ കുത്തിക്കൊല്ലുന്നുണ്ട് ആ പാട്ടിൽ. നമ്മൾ ആ പാട്ടിന്റെ ഒരു സ്വഭാവവും കൾച്ചറും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല ഇതുണ്ടെന്ന്. എന്ന് പറയുന്ന പോലെയാണ് താരും തളിരും എന്ന് പറയുന്ന പാട്ടില് കരാട്ടയുണ്ട് കുറെ നേരം. അതിന്റെ ബീജത്തിൽ ബാബുചേട്ടൻ നഞ്ചുക്ക് ഇറക്കുന്നു, പിടിക്കുന്നു, വലിക്കുന്നു എന്നൊക്കെ ഉണ്ട്. അത് ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് പാട്ടിലേക്കുള്ളതാന്ന് അറിയാമായിരുന്നു. എന്നോട് പറഞ്ഞിരുന്നു. BGM ഒക്കെ ഇട്ടിട്ടാണ് അവര് ചെയ്തത്. BGM ഇട്ട് ചെയ്തത് അല്ലേ, അല്ലാതെ ഒരു മൊണ്ടാജ് എടുത്ത് ചേർത്തതല്ല. ആ സമയത്ത് അത് പുള്ളി എന്നോട് പറഞ്ഞു. പുള്ളി എല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരും. അതുപോലെ തന്നെ ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. ഞാനൊരു ഡയറക്ടറാണെന്നുള്ളൊരു സംഭവം ഒരിക്കലും പുള്ളി കാണിക്കാറില്ല. പുള്ളി വളരെ രാവിലെ വന്നിട്ട് ഒരു സ്റ്റൂളിലോട്ട് കയറി ചമ്മരം പറഞ്ഞിരുന്നിട്ട് അങ്ങനെ ചെയ്യടാ, അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യ്, അത് മതി. അപ്പോൾ നമ്മളെന്തെങ്കിലും സജഷൻ പറയുകയാണെങ്കിൽ പറയാം, അത് നോക്കട്ടെ കൊള്ളാമല്ലോ, എന്നാൽ അത് നീ അത് ചെയ്യും, അങ്ങനെയൊക്കെയുള്ളൊരു സംഭവമാണ്. എനിക്ക് ആ സമയത്ത് നല്ല പ്രോട്ടോകോൾ ഉണ്ടായിരുന്നില്ല. ഡയറക്ടർ നടനൊക്കെ പറയുന്നത് ഭയങ്കര പ്രോട്ടോകോൾ ഉള്ള സമയമാണ്, വലിയ അന്തരമുള്ള സമയത്താണ് ഈ പുള്ളി എനിക്ക് തോന്നുന്നു ഒരു 10-100 വർഷം നേരത്തെയുള്ള ചിന്താഗതിയായിരുന്നു, മുന്നിലോട്ടുള്ള ചിന്താഗതിയായിരുന്നു. അപ്പോൾ പുള്ളി അന്ന് പറയായിരുന്നു, എടാ നീ ഇപ്പോൾ ഒരു ഫ്രെയിം ചെയ്യുമ്പം 30 വർഷം കഴിഞ്ഞാലും ആ ഫ്രെയിം പുതുതായിട്ട് തോന്നണം, അങ്ങനെ നീ പെർഫോം ചെയ്യാവുള്ളൂ. അപ്പോൾ അങ്ങനെ മുൻവിധി ഒരുപാടുള്ള ഒരു 10-100 വർഷം മുന്നിൽ ചിന്തിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും പ്രണാമം എന്ന് പറയുന്ന ചിത്രത്തില് ഒരു കോളേജ് ക്യാമ്പസിലെ ബാബുച്ചേട്ടൻ അന്ന് ഗേറ്റിംഗ് ചെന്ന വേഷം, മറ്റേ യൂത്ത് പരിപാടിയിലിട്ട് വാളി സ്റ്റുഡന്റ് പോലീസിനെ കാണുമ്പോൾ സ്ഥലം അടിക്കും, അല്ലാത്ത സമയത്ത് കീ പറഞ്ഞ് നടക്കുന്ന ഒരു പ്രത്യേക ക്യാരക്ടറാണ്. അപ്പൊ ഭരതേട്ടന് 3 സിനിമകളിലും, അതായത് ചിലമ്പിലെ വേഷവും
പ്രണാമത്തിലെ വേഷവും പിന്നെ അതിലൊക്കെ എത്രയോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വൈശാലിയിലെ വേഷമൊക്കെ. അപ്പോൾ അതായത് പറഞ്ഞു പുള്ളിയുടെ ആ പ്രതിഭ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇവനെ കൊണ്ട് പറ്റും എന്ന് പുള്ളി മനസ്സിൽ കണ്ടു. അല്ലെങ്കിൽ വേഷം തരില്ലല്ലോ. അല്ല, അതാണ് അത് വളരെ സക്സസ്. പ്രണാമത്തിലെയൊക്കെ വേഷം അന്ന് മാത്രമല്ല എന്റെ സബ്ജക്റ്റിനൊക്കെ ഒരു കാലത്തെ അതിജീവിക്കുന്ന തീർച്ചയായിട്ടും സബ്ജക്ട് ഇപ്പോഴത്തെ കാലത്ത് നടക്കുന്ന സംഭവങ്ങളാണ്. ഇപ്പൊ കണ്ടാലും ആ സബ്ജക്റ്റിന് റെലവൻസ് ഉണ്ട്. ഡ്രഗ് അബ്യൂസും കാര്യങ്ങളും ഒക്കെ ഇപ്പം നമ്മുടെ സൊസൈറ്റി നടക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ 30 വർഷം മുമ്പ് അതുപോലെ പിന്നെ ചാമരം, അന്നൊരു ടീച്ചറുമായിട്ടുള്ള പ്രണയമൊക്കെ അന്ന് ഭയങ്കര സംഭവമാണ്. ഇന്നാണെങ്കിൽ ഓക്കെ. പ്രേമം എന്ന് പറയുന്ന സിനിമ വന്നപ്പോ ഒരുപാട് പേര് അന്ന് പറഞ്ഞു ഈ ഇതിന്റെ ഒരു നൂല് എന്ന് പറയുന്നതിനകത്ത് ചാമരത്തിൽ വന്ന അതുപോലില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ നമ്മള് ചിലമ്പിനെ കുറിച്ച് ഇത്രയും പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ അതിലെ പാട്ടിനെ കുറിച്ച് പറഞ്ഞു, പ്രണത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോ അന്നത്തെ സിനിമാ കഥകൾ എനിക്കിത് വലിയ ഇഷ്ടം ഇത് കേട്ടോണ്ടിരിക്കുക എന്ന് പറയുന്നത്. അന്നത്തെ ഒരു മദ്രാസ് കഥകളുണ്ട്. മദ്രാസിലെ ഈ സിനിമാക്കാരന്റെ ലക്ഷറി ഇല്ലാത്ത കഥകൾ, കഷ്ടപ്പാട് ചേരാത്ത മാച്ച്. ഇപ്പൊ സിനിമ ഭയങ്കര അഭിനയമോഹം ഉണ്ടെന്ന് പറയുന്ന പല ആൾക്കാർ സത്യത്തിൽ അഭിനയത്തെക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇതിന്റെ ഒരു ഗ്ലിറ്റ്സ് ആൻഡ് ഗ്ലെയറാ. ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന സൗഭാഗ്യങ്ങളെയാണ് ഇവർ ഇഷ്ടപ്പെടുന്നത് അഭിനയത്തെക്കാളും. ഈ ബാച്ച് മുഴുവൻ വലിയ മദ്രാസ് കഥകളുണ്ട്. ആ കഥകൾ തൊട്ടെടുത്താൽ ഒരുപാട് നമ്മളോട് പറഞ്ഞു തരാൻ പറ്റുന്ന, ഇപ്പോഴും ഏറ്റവും പുതിയ സംഗീതം കൃത്യമായി നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തല സംഗീതമാണെങ്കിലും സിനിമയ്ക്ക് വേണ്ട പാട്ടുകളാണെങ്കിലും എല്ലാം ഏറ്റവും ഗംഭീരമായി ഒരുക്കുന്ന ഭരതൻ സാറിനോടൊപ്പം ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടുള്ള, അദ്ദേഹവുമായി വലിയ സൗഹൃദമുള്ള സംഗീത സംവിധായകൻ, ഓർമ്മയിൽ നിന്നും ഭരതൻ എന്ന ഈ ലക്കത്തിലേക്ക് ഏറെ ബഹുമാനപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മ്യൂസിക് ഡയറക്ടർ ഔസേപ്പച്ചൻ സാർ. ഔസേപ്പച്ചൻ സാർ, ഒരിക്കൽ കൂടി സ്വാഗതം പരിപാടിയിലേക്ക്. ഞങ്ങള് ചിലമ്പിനെ കുറിച്ചും പ്രണാമത്തിനെ കുറിച്ചുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ സിനിമകൾ പറയുമ്പോൾ അതിലെ പാട്ടുകളെ കുറിച്ച് തീർച്ചയായിട്ടും പറയേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഭരതൻ സാറിന്റെ ഒരു പ്രത്യേകത അദ്ദേഹത്തിന്റെ സിനിമകളിലെല്ലാം പാട്ടുകൾ ക്യാരക്ടറുകളായിരുന്നു എന്നുള്ളതാണ്. അതായത് ഒരു പാട്ടങ്ങ് കട്ട് ചെയ്താൽ ചിലപ്പോൾ കഥ മുറിഞ്ഞു പോകും. പാട്ടിനകത്ത് കഥകളുണ്ടായിരുന്നു, അതിനകത്ത് സീനുകൾ പാട്ടിനകത്തുണ്ടായിരുന്നു. പല പാട്ടുകളും അങ്ങനെ തോന്നുന്ന പാട്ടുകളാണ്. എങ്ങനെയാണ് ഒരു ബന്ധം? ഭരതേട്ടനും ഞാനും ഏറ്റവും ആദ്യം കാണുന്നത്, ഭരതേട്ടൻ ഞാൻ കാണുന്നത് ദേവരാജൻ മാഷ്ടെ കളരിയിലാണ്. അവിടെ ഭരതേട്ടൻ്റെ പടം ഡയറക്ഷൻ ചെയ്യുന്ന പടത്തിന് സംഗീതം ഒരുക്കാൻ വരുന്ന സമയത്ത് ഞാൻ അവിടെ വയലിനൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഞാനൊരു വളരെ ചെറിയ പയ്യൻ, 20 വയസ്സൊക്കെ 21 വയസ്സ് പ്രായം. അപ്പോൾ ഭരതേട്ടനെ കണ്ട വഴിക്ക് എന്തോ ആ മുഖത്ത്, എനിക്ക് ഭരതേട്ടൻ തൃശ്ശൂർക്കാരനാണ്, അദ്ദേഹം വലിയൊരു സംവിധായകൻ ആണ് എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ വയലിൻ വായിച്ചു കിടക്കുന്നു, എനിക്ക് ദേവരാജൻ മാഷാണ് എൻ്റെ ദൈവം, ബാക്കി ആരും അറിഞ്ഞുകൂടാ. അപ്പോൾ ഭരതേട്ടൻ എന്നെ ഇങ്ങനെ കണ്ടു, വയലിനൊക്കെ ഞാൻ എപ്പോഴും പുറത്തൊക്കെ വായിച്ചുകൊണ്ടിരിക്കുക. ഭരതേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട്, എവിടെയാണ് എൻ്റെ സ്ഥലം? തൃശ്ശൂർ. ആ, തൃശ്ശൂരാണോ? ഞാൻ എന്നിട്ട് ഭരതേട്ടൻ തന്നെ പറഞ്ഞു, ഞാൻ ഭരതൻ. അപ്പോഴേക്കും അറിയാം ഭരതൻ സംവിധായകനാണ്. ഇത് പറയുന്നത് ഗുരുവായൂർ കേശവൻ, രതി നിർവേദം, ഈ പടങ്ങളൊക്കെയാണ്. അന്ന് എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ, ഭരതേട്ടന് ഞാൻ വയലിൻ വായിക്കുന്നത് കാണാൻ വലിയ ഇഷ്ടമാണ്. സത്യത്തിൽ ഈ വയലിനാണ് അദ്ദേഹം എന്നെ ഇഷ്ടപ്പെടാനും ഇതെല്ലാം ചെയ്യാനുള്ള കാരണം. അദ്ദേഹത്തിന് ഞാൻ വയലിൻ വായിക്കുന്നത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് എൻ്റെ വയലിനിലുള്ള ആ ഒരു വിഷ്വലും അതിൻ്റെ സൗണ്ടൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. സംഗീതം ഭയങ്കര ക്രേസാണ് ഭരതേട്ടന്. അങ്ങനെ അതിൽ നിന്നാണ് ആരവെന്ന് പറഞ്ഞ സിനിമയ്ക്കൊക്കെ. അതാണ് ഞാൻ അറിഞ്ഞത്. അത് ആരവെന്ന് പ്രേക്ഷകരോടും കൂടി പറയാണ്. ആരവെന്ന് പറയുന്ന പടത്തിലൊരു നിരാശ കാമുകൻ, ഒരു ചെറിയ കാമുകൻ, ഒരു വയലിൻ അവിടെ ഇവിടെയൊക്കെ നിന്ന് വയലിൻ വായിക്കുന്ന ഒരു വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയം കഴിഞ്ഞാണ് മ്യൂസിക് ഡയറക്ഷനിലോട്ട് വരുന്നത്. അതെ, തീർച്ചയായിട്ടും അഭിനയം കഴിഞ്ഞിട്ടാണ് മ്യൂസിക് ഡയറക്ഷൻ. ഫസ്റ്റ് എൻട്രി സിനിമയിലേക്ക് വയലിനിസ്റ്റ് ആയിട്ടൊക്കെ ഞാൻ പിന്നെ അത് ബിഹൈൻഡ് പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പാട്ടുകൾക്ക് ഓർക്കസ്ട്ര വായിക്കാൻ ചെയ്യുന്നുണ്ട്. അതെ, പക്ഷെ മുന്നണിയിൽ വരുന്നത് അഭിനേതാവായിട്ടാണ്. അപ്പൊ അതിനും കാരണം വയലിനാണ് കേട്ടോ. പക്ഷേ ആ വയലിനായതുകൊണ്ട് മാത്രം ഭരതേട്ടൻ എന്നെ പിന്നീട് വിളിക്കുന്നൊന്നും ആരും കരുതണ്ട. ഭരതേട്ടന് ഞാൻ അതിൽ വായിച്ചിരിക്കുന്ന ബിറ്റുകള്, ഞാൻ ലൈവായിരുന്നു അന്ന് റെക്കോർഡിങ്.
ഓ, അതായത് ഈ സിനിമയെ നമ്മൾ കേൾക്കുന്ന ബിറ്റുകൾ ലൈവായിട്ട് വായിച്ചിട്ടുള്ളത് റീക്രിയേറ്റ് ചെയ്തു. പിന്നീട് സ്റ്റുഡിയോ പോയിട്ട് വീണ്ടും വായിച്ചു. സെയിം നോട്ട്സ് ഒക്കെ നമ്മൾ വായിച്ചു തന്നെയാണ്. പക്ഷെ അവിടെ ഒരു പ്രത്യേകത ഭരതേട്ടന്റെ സംഗീതത്തിന്റെ ടേസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഭരതേട്ടൻ എപ്പോഴും ഈ 5 സ്വരങ്ങളുള്ള രാഗങ്ങൾ, അതായത് മോഹനം, അതിലെ ഏറ്റവും ഇഷ്ടമുള്ളത് മോഹനം, ഹിന്ദോളം, അങ്ങനെയുള്ള ശുദ്ധന്യാസി, ഇതൊക്കെ ഭരതേട്ടൻ്റെ ഫേവറേറ്റ് ആണ്. അത് വേറൊന്നും കൊണ്ടല്ല, അത് വളരെ നാച്ചുറലായിട്ടുള്ള സംഗീതമാണത്. ഒട്ടും ഹാർഡല്ല, വളരെ എന്താ പറയുക, നമ്മുടെ പ്രകൃതിയോട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന രാഗങ്ങളാണ് അതിലുണ്ടാകുന്നത് മുഴുവൻ. അപ്പം ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടല്ല കേട്ടോ, ഇങ്ങനെ ഒരു പ്രതീക്ഷയൊന്നും വെച്ചിട്ടല്ല ഞാനതിൽ ആ സീൻ, അത് ടോട്ടലി അവിടെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് മൊത്തം ആ ഹൊഗനയ്ക്കൽ വെള്ളച്ചാട്ടവും ഇതെല്ലാം കാണുമ്പോൾ എൻ്റെ മനസ്സിൽ മോഹനമാണ് വരുന്നത്. അപ്പം ഞാൻ മോഹനത്തിൽ കുറേ ബിറ്റുകൾ വായിച്ചു. പിന്നീട് ദേവദൂതന്റെ ഒക്കെ ഒരു ഇൻസ്പിറേഷൻ അതിൽ നിന്നാണ്. അപ്പം അതന്ന് ഞാൻ വായിച്ചപ്പോൾ ഭരതേട്ടൻ ഷൂട്ടിംഗ് സ്റ്റാർട്ട് പറഞ്ഞിട്ട് ഭരതേട്ടൻ ഞാൻ വായിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് കാണാം, ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്തിട്ട്. അതാണ് ആ പടത്തിൻ്റെ റീ റെക്കോർഡിങ് സമയത്ത് ഭരതേട്ടൻ ഈ ബിറ്റുകളൊക്കെ വീണ്ടും വേണം. അപ്പം എന്തിനാ ഇനി വേറൊരാളെ അന്വേഷിച്ച് പോണേ, റീ റെക്കോർഡിങ് എന്നോട് ചെയ്യാൻ പറഞ്ഞു. എനിക്കാണെങ്കിൽ യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഭരതേട്ടന് നിർബന്ധം. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എൻ്റെ കൂടെ സുഹൃത്ത്, അന്ന് മ്യൂസിക് ഡയറക്ടറല്ല, ജോൺസൺ, അപ്പോൾ അനന്തര തൃശ്ശൂർക്കാരനാണ്, അപ്പോൾ ജോൺസനെയും കൂടി വിളിക്കാം. അങ്ങനെ ഞങ്ങൾ ഡുവോ ആയിട്ടാണ് അതിൽ ആ പടത്തിൻ്റെ റീ റെക്കോർഡിങ് ചെയ്തത്. അന്ന് ആ ബന്ധം അവിടെ നിന്നു. പിന്നീട് ഞാൻ ഈ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു താല്പര്യം, നമുക്ക് അങ്ങനെ ഒരു വേഷത്തിൽ അഭിനയിച്ചാലൊന്നും അഭിനയമോഹം ഒന്നും വന്നില്ല. കാരണം എൻ്റെ മനസ്സിൽ മുഴുവൻ വയലിനായിരുന്നല്ലോ. ഇങ്ങനെ ഒരു മോഹമൊന്നുമില്ല. അതുപോലെ മ്യൂസിക് ഡയറക്ഷൻ ചെയ്യാനും എനിക്ക് മോഹമില്ല. എനിക്ക് വയലിൻ വായിക്കാനേ എൻ്റെ ഇതുള്ളൂ. ഞാൻ ജോൺസണോട് പറഞ്ഞു. അങ്ങനെ ജോൺസണായിട്ട് ഞങ്ങളത് ചെയ്തു. ഉടനെ അടുത്ത പടം പാർവതിയുടെ സമയത്ത് ഭരതേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഭരതേട്ടൻ അങ്ങോട്ട് ഉറപ്പിച്ചു, ഡുവോ ജോൺസൺ ഔസേപ്പച്ചൻ എന്ന് പറഞ്ഞാൽ. അപ്പം അതിനുള്ള ഭരതേട്ടൻ്റെ കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് ഭരതേട്ടൻ അന്ന് വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. റേഡിയോയിൽ അന്ന് വരും, എന്തെന്ന്, ഞാൻ കണ്ടുപിടിച്ച മുത്തുക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ഭരതേട്ടൻ്റെ ഇന്റർവ്യൂവിൽ ഭരതേട്ടൻ ഇങ്ങനെ പരാമർശിച്ചിട്ടുണ്ട്. അപ്പം അത് ഭരതേട്ടൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഭരതേട്ടൻ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും വീണ്ടും, അതിൽ പാട്ടുണ്ടായിരുന്നില്ല, പാട്ടോട് കൂടിയിട്ട് ചെയ്യാൻ പറഞ്ഞു. ശരി, അപ്പം ഞാൻ ഭരതേട്ടൻ്റെ ചോദിക്കുന്നുണ്ടല്ലോ, നമ്മൾ ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ ജോൺസൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ജോൺസൺ പറഞ്ഞു, അതെ, ആ പരിപാടി പറ്റില്ല, ഒന്നുകിൽ നീ ചെയ്യേ അല്ലെങ്കിൽ ഞാൻ ചെയ്യും, ഡുവോ പരിപാടി വേണ്ട, നീ ഭരതേട്ടനോട് പോയി പറഞ്ഞേക്കെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഭരതേട്ടനായിട്ട് വളരെ അടുപ്പമാണ്. കാരണം ഈ ആരവം സിനിമ കഴിഞ്ഞിട്ട് ആ ഒരു വൈബ് ഉണ്ടല്ലോ, ഭരതേട്ടൻ ഇടയ്ക്ക് എന്നെ വീട്ടിലേക്കൊക്കെ വിളിക്കും. എന്നിട്ട് നീ അതൊന്ന് വായിച്ചേടാ വയലിൻ. ഞാൻ വെറുതെ വീട്ടിലിരുന്ന് വയലിൻ വായിച്ചുകൊണ്ടിരിക്കും. ഭരതേട്ടൻ എന്തെങ്കിലുമൊക്കെ വരച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഭരതേട്ടൻ്റെ ചിന്തയിലാണ്, അതിനകമ്പടിയായിട്ട് ഞാൻ വയലിൻ വായിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ്. അപ്പം ഞാൻ ഭരതേട്ടനോട് പറഞ്ഞു, ഭരതേട്ട, ജോൺസൺ ഇങ്ങനെ പറഞ്ഞു, ജോൺസൺ ചെയ്തോട്ടെ, എനിക്ക് അങ്ങനെ അതിൽ വലിയ ഇതില്ല, ഒരാളെ ചെയ്യുള്ളൂ, ഞാനല്ലെങ്കിൽ ജോൺസൺ ഈസ് ഇൻട്രസ്റ്റഡ്, ലെറ്റ് ഹിം ഡു ദാറ്റ്. അങ്ങനെയാണ് പാർവതി ജോൺസൺ ആദ്യമായിട്ട് സ്വന്തമായിട്ട് ചെയ്യുന്നത്. അപ്പൊ ഭരതേട്ടൻ, ഇതൊക്കെ നമ്മുടെ പ്രേക്ഷകരോട് ഞാൻ എന്നോട് പറയുന്നത്, ഇതൊക്കെ ഈ പറയുന്നതെല്ലാം ഒരു വലിയ തുടക്കങ്ങളാണ്. നമ്മളൊരു കഥ കേൾക്കുന്ന പോലെ കേട്ട് വിടാൻ പാടില്ലാത്ത പ്രസക്തിയുള്ള കാര്യങ്ങളാണ് അല്ലേ ചേട്ടാ പറഞ്ഞു. ജോൺസൺ മാഷ് വരുന്നു, ചരിത്രങ്ങളാണ്. ഇപ്പൊ ഔസേപ്പച്ചൻ സാർ വന്നപ്പോ ഇത്രയും പറഞ്ഞതിനകത്ത് അന്ന് ഒരു നിരാശയുള്ള കാമുകൻ, അതിന് ഡയലോഗ് ഒന്നുമില്ല, വയലിൻ വായനയാണ് പുള്ളിക്ക്. ആ പാട്ടിലെ സിനിമയിൽ ഇങ്ങനെ റീ റെക്കോർഡിങ് പോലെ ഈ കാമുകൻ നിൽക്കുകയാണ്. അവിടെ ഇവിടെയൊക്കെ ഇയാളെ നിൽക്കുന്നുണ്ട്. വേണിച്ചേട്ടനാണെങ്കിൽ മരുതെന്നും പറഞ്ഞ് അഴിഞ്ഞാടുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഔസേപ്പച്ചൻ സാറിന്റെ ക്യാരക്ടർ. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ബിറ്റ് വയലിനിൽ ഔസേപ്പച്ചൻ സാറ് വായിച്ച് കേട്ടിട്ട് ഇനി മുന്നോട്ട് പോയില്ലെങ്കിൽ അതിനൊരു പ്രസക്തി നഷ്ടപ്പെടും. അപ്പോ ഔസേപ്പച്ചൻ സാർ ഇപ്പൊ പറയാൻ പോകുന്നത് വയലിൻ പ്രാക്ടീസ് ഇല്ല, എടുത്തിട്ടില്ലേ? ഞാൻ അതെ വയലിൻ എടുപ്പിച്ചിട്ടുണ്ട്. ഈ പ്രാക്ടീസ് അത് നിങ്ങൾക്ക് അറിയാവുന്ന ആളുകൾക്ക് ഈ പെർഫെക്ഷൻ പ്രശ്നമുണ്ട്. ഈ ഔസേപ്പച്ചൻ സാർ ഇവിടെ ഈ ഒരു പരിപാടിയിലിരുന്ന് അന്ന് ഭരതൻ സാറ് ഇഷ്ടപ്പെട്ട ഒരു വയലിൻ ബിറ്റ് വായിക്കുമ്പോൾ എനിക്കറിയാം ഇങ്ങനെ എന്തെങ്കിലും ഒരു കുസൃതി അതിന്റെ ഒരു പ്രഷർ അല്ലെങ്കിൽ അതിന്റെ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നതിനെ കുറിച്ച്
വേവലാതിപ്പെടണ്ട. ഈ പരിപാടി അത്രയും ഇതായിട്ട് പോകുന്ന ഒരു പരിപാടിയാണ്. അത് ഇപ്പൊ തരും. ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരും ഫിഡിലർ ഓൺ ദ റൂഫ്. ആ, ഭരതേട്ടന് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പടം. അല്ല അതാണ് ആരവത്തിന്റെ ഇൻസ്പിറേഷൻ, അതാണ് എന്റെ കഥാപാത്രം, ഞാൻ അതാണ്. വയലിൻ എടുത്തു തരാന്നില്ല. എനിക്ക് തോന്നി അത് പറഞ്ഞപ്പോ അതാണെന്ന്. അപ്പൊ ഔസേപ്പച്ചൻ സാറ് വയലിൻ എടുത്തിരിക്കുകയാണ്. ഭരതൻ സാർ, ഔസേപ്പച്ചൻ സാറ്, ജോൺസൺ മാഷ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ ഒരു സിനിമയുടെ തുടക്കം, വരവ്, അതിനൊക്കെ കാര്യകാരണങ്ങളായ ഒരു വയലിന്റെ ബിറ്റാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ചരിത്രം അതെ, പുനർനിർമ്മിക്കുകയാണ് ഇവിടെ. അതെ അതെ അതെ. താങ്ക് യു. ഏതാണ്ട് 21 വയസ്സുള്ളപ്പോ വായിച്ചതാണ്. ആ, എടി ഇതിങ്ങനെ വായിക്കും. ഇതൊരു മോഹനം. അടിപൊളി. താങ്ക് യു, താങ്ക് യു. ഒരാളെ കൂടെ ഈ അവസരത്തിൽ നമ്മൾ വിളിക്കാനുണ്ട്. ബാബുച്ചേട്ടനുണ്ട്, ഔസേപ്പച്ചൻ സാറുണ്ട്, ഭരതൻ സാറിന്റെ ഒരു സന്തത സഹചാരിയും, സഹചാരി എന്ന് മാത്രമല്ല അദ്ദേഹത്തോടൊപ്പമുള്ള ഓരോ നിമിഷങ്ങളും വ്യക്തമായി ഓർക്കുകയും കൃത്യമായി അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ, വേദികളിൽ ഒരുപാട് കൈയടികൾ വാങ്ങിച്ചു കൂട്ടിയ ഒരാൾ, സിനിമകളിലെ ഇപ്പോഴത്തെ നിറ സാന്നിധ്യമായ ഒരാൾ, ഏറെ സ്നേഹപൂർവ്വം ഓർമ്മയിലെന്നും ഭരതൻ എന്ന ഈ ലക്കത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ജയരാജ് വാര്യർ. താങ്ക് യു. എന്തത്, ഇതൊരു വലിയ ഒരു സംഘമാണല്ലോ. സംഘമാണ്. ഇരിക്കട്ടെ. ജയരേട്ടൻ, ഞങ്ങള് ജോൺസൺ മാഷ്, ഔസേപ്പച്ചൻ സാറൊക്കെ ഇങ്ങനെ വന്ന ആ കാലഘട്ടത്തിലെ ഭരതൻ സാറിന്റെ കഥകളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ആരവത്തിലെ ബിറ്റ് വായിച്ചു. ആ ബിറ്റാണ് പിന്നീട് കാതോട് കാതോരത്തിലെ ആരവത്തില് ബിറ്റ് വായിക്കുമ്പോ എന്നെ വിളിച്ചില്ലല്ലോ. അല്ലെ, ഇനിയും നമ്മൾ വായിക്കല്ലേ, നമ്മൾ ഘട്ടഘട്ടായിട്ട് കിടക്കുകയല്ലേ ജയരേട്ടന്റെ. ഇനിയും നമ്മൾ ഒരുപാട് കഥകളും ഓർമ്മകളും നമുക്ക് പങ്കുവെക്കാനുണ്ടല്ലോ. തീർച്ചയായിട്ടും. കാരണം ഭരതേട്ടൻ എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയൊരു വികാരമാണ്. കാരണം ഒരേ സമയം സംവിധായകൻ എന്നതിലുപരിയായിട്ട് ഭരതേട്ടൻ ചിത്രകാരൻ, ശില്പി, സാഹിത്യം എല്ലാമുള്ള ഒരു മലയാളത്തിന്റെ അല്ല, സംഗീതം, സംഗീതം, അത് അതിലേക്ക് വരാൻ പോവാ. അതിലേക്ക് വരാനാണത്. ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു ടോട്ടൽ ക്രിയേറ്ററാണ് ഇന്ത്യൻ സിനിമയിലെ തന്നെ. അപ്പൊ ഒരു സമ്പൂർണനായ ഒരു കലാകാരൻ. ഇവിടെ ഭരതേട്ടന്റെ 2 ശിഷ്യന്മാരെ കൂടി കണ്ടപ്പോ ഇനി അങ്ങോട്ടും മേളം തുടങ്ങാണ് നമ്മള്. അതെ. നിങ്ങളുടെ ഒരു സൗഹൃദത്തിന്റെ തുടക്കമൊക്കെ എപ്പോഴായിരുന്നു ജയരാജേട്ടാ? തൃശ്ശൂരിലൊരു സുഹൃത്താണ് പറഞ്ഞത്, ഭരതേട്ടന്റെ ഒരു പുതിയ ഒരു സിനിമയുടെ ആലോചനയുണ്ട്, അത് കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു റിസർച്ച്, അതുമായി ഒരു അന്വേഷണം ഒക്കെ നടത്തുന്ന സമയമായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഒന്ന് പോയിട്ട് ഭരതേട്ടനെ കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഭരതേട്ടനൊന്നും കാണാൻ എനിക്ക് പറ്റില്ല, കാരണം സച്ച് എ ഗ്രേറ്റ് ഡയറക്ടർ, നമ്മളെന്ത് പറയാൻ, അല്ല നമുക്കൊന്ന് പോവാം. അങ്ങനെ വടക്കാഞ്ചേരിയിലെ എങ്കക്കാട്ടുള്ള വീടിൻ്റെ ഒരു തിണ്ണയിൽ ഇങ്ങനെ കാലിങ്ങനെ മടക്കി ഇങ്ങനെ ഒരു ഇരിപ്പുണ്ട്, ഇങ്ങനെ മുടിയും ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ. അപ്പം ഞാനിങ്ങനെ ചെന്ന് എന്നെ പരിചയപ്പെടുത്തി. അപ്പോൾ എന്നോട് ചോദിച്ചു നീ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു ഞാനൊരു 1 man പെർഫോമറാണ്, സോളോ പെർഫോമൻസ് നടത്തുന്ന ആളാണ്. അത് പുള്ളിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സോളോ പെർഫോമൻസ് അതൊക്കെ ഉണ്ടോ നമ്മുടെ നാട്ടിൽ? ഇത് 95-ലാണ് കേട്ടോ, 94. അപ്പോൾ പറഞ്ഞു അങ്ങനെ ഞാൻ അതിൻ്റെ ഒരു പെർഫോമൻസിൻ്റെ വഴിയിലുള്ള ആളാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു എനിക്കൊന്ന് കാണണം നീ എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഇത് ഭരതേട്ടൻ്റെ മുമ്പിൽ പെർഫോം ചെയ്യാണ്. പുള്ളി ചിരിയോട് ചിരി, അതായത് ആക്ടേഴ്സിനെയും ആ MT സാറിനെയും ONV സാറിനെയും സുകുമാർ അഴീക്കോട് മാഷയും ഇതൊക്കെ അവതരിപ്പിക്കുന്ന കണ്ട് പുള്ളി ചിരിയോട് ചിരി. അതിനിടയ്ക്ക് ഞാൻ ഈ കുഞ്ചൻ നമ്പ്യാരുടെ കവിതകൾ അതും ഇതിനകത്ത് മിക്സ് ചെയ്യും. കാരണം ഒരു വിഷയം പറയാൻ വേണ്ടി
ഏറ്റവും ഹ്യൂമറിൽ ഏറ്റവും സാധ്യതയുള്ളൊരു കവി കുഞ്ചൻ നമ്പ്യാരാണ്. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, ഒരു കാര്യം ചെയ്യണം, കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം. അനുഗ്രഹ സിനിയാർട്സ് VBK മേനോൻ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ നിനക്കതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഒന്നിച്ചിരിക്കാം എന്ന് പറഞ്ഞ് അവിടെ വെച്ച് കുറേ തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു. അപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടെ അങ്ങോട്ട് എടുത്തിട്ടു, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കയറാൻ വേണ്ടി. ഞാൻ പവിത്രേട്ടൻ്റെ ഒരു അടുത്ത ആളാണെന്ന് പറഞ്ഞു. ഈ ഭരതേട്ടൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് പവിയേട്ടൻ. അപ്പോൾ ആ പവി നിന്റെ ഫ്രണ്ടാണോ? എന്നൊരു കാര്യം ചെയ്യും, നാളെ നീയും പവിയും കൂടെ ഞാനിവിടെ ഉണ്ടാവും, മറ്റന്നാളെ പോകുന്നുള്ളൂ. അനുഗ്രഹ മേനോൻ ചേട്ടൻ്റെ ആ സംഭവം മാറ്റി, നാളെ നീയും പവിയും കൂടെ വൈകുന്നേരം ഇങ്ങോട്ട് വാ. ആ ഇരിപ്പ് 3 ദിവസമായിരുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ സംഗീത സാന്ദ്രമായ വലിയൊരു അവിടെ ഒരു ഫാം ഹൗസ് ഉണ്ട്, അവിടെയൊക്കെ പശുക്കൾ മേഞ്ഞു നടക്കുന്നു. അവിടെ സംഗീതം, അവിടെ നർമ്മം, അവിടെ മഹാഭാരതം, അവിടെ കുഞ്ചൻ നമ്പ്യാര്. ഈ പറഞ്ഞ ഇല്ലത്തെ ഒരു വലിയൊരു കൗതുകമുള്ളത് ആർട്ട്, ഈ ഗന്ധർവ ക്ഷേത്രം എന്ന് പറയുന്ന ഒരു പടത്തിലോ മറ്റേ ആർട്ട് ചെയ്തിട്ടല്ലേ തുടക്കമൊക്കെ? അല്ല, അതിന് മുമ്പേ ഉണ്ട്. അതായത് ഗന്ധർവ ക്ഷേത്രത്തില് ഡയറക്റ്റ് അങ്ങ് പുള്ളിയെ ആർട്ട് ഡയറക്ടറാക്കി. അതിനു മുമ്പേ വിൻസെന്റ് മാസ്റ്ററുടെ ഒരുപാട് പടങ്ങൾക്ക് ആർട്ട് അസിസ്റ്റന്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഗന്ധർവ ക്ഷേത്രത്തിലാണ് ആർട്ട് ഡയറക്ടർ. അതിന്റെ പോസ്റ്റർ, ഗന്ധർവ ക്ഷേത്രത്തിന്റെ പോസ്റ്റർ കണ്ടിട്ടാണ് ഫാസിൽ സാറ് നെടുമുടി വേണുചേട്ടനോട് പറയുന്നത്, നീ നോക്ക്, ആ പോസ്റ്റർ നോക്ക്, അതിൽ തന്നെ ഒരു വലിയൊരു പുതുമയുണ്ട്. അങ്ങനെയാണ് ഈ ആർട്ട് ഡയറക്ടർ. പിന്നെ അസോസിയേറ്റ് ഡയറക്ടർ അസോസിയേറ്റ് ഡയറക്ടറാണ് ചെണ്ട എന്ന സിനിമയിൽ. പിന്നെ പൊന്നാപുരം കോട്ട എന്ന് പറഞ്ഞ സിനിമയിൽ ആ കോട്ടയൊക്കെ ഭരതേട്ടൻ്റെ ആർട്ട് വർക്കാണ്. ആ സിനിമയുടെ അവസാനത്തിൽ അതൊക്കെ കത്തിച്ച് കളയുമ്പോൾ നമുക്ക് സങ്കടം വരും. ഇപ്പോഴും പൊന്നാപുരം കോട്ട, ഞാൻ ഈ അടുത്ത കാലത്ത് വടക്കൻ പാട്ട് സിനിമകൾ അത് കാണുമ്പോൾ പൊന്നാപുരം കോട്ടയിലത്തെ സെറ്റൊക്കെ കണ്ടാൽ ഞെട്ടിപ്പോവും. ഓർമ്മയിലെന്നും ഭരതൻ എന്ന ഈ പരമ്പര മുന്നിലേക്ക് പോകുമ്പോൾ ഭരതൻ എന്ന സംവിധായകൻ, പത്മരാജൻ എന്ന തിരക്കഥാകൃത്ത്, ഇവരൊന്നിച്ച് വളരെ സൂപ്പർ ഹിറ്റായ രതി നിർവേദം എന്ന ചിത്രത്തിലൂടെ നമുക്ക് പ്രിയങ്കരനായ ഗായകൻ കൂടിയായ പ്രിയപ്പെട്ട കൃഷ്ണേന്ദ്രൻ സാർ അദ്ദേഹത്തെ ഓർക്കുന്നു. പത്മരാജൻ ഭരതൻ ടീമിന്റെ പ്രയാണം എന്നുള്ള സിനിമ കണ്ടിട്ട് അവരോട് ഏറ്റവും കൂടുതൽ ആ രണ്ടുപേരോടുള്ള ഒരു എന്താണ് പറയാ, ഒരു ക്രേസ്ന്നോ എന്താ പറയാ. ആ സമയത്ത് കോളേജ് പഠിക്കുകയാണ് ഞാൻ, പ്രീ ഡിഗ്രിക്ക് പഠിക്കുക. അത് വെച്ച് പുലർത്തിയിരുന്നവർ എന്നെ പോലൊരു സാധാരണ ഒരാളെ പത്മരാജൻ ഭരതൻ ടീമിന്റെ അവരുടെ സിനിമയിലേക്ക് സെലക്ട് ചെയ്തു എന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയ ജീവിതത്തിലെ എന്താ പറയാ ഏറ്റവും വലിയ ഭാഗ്യം. അതായിരുന്നു. കാരണം അവരോട് രണ്ടുപേരോടും അടങ്ങാത്ത ആരാധനയായിരുന്നു എനിക്ക്, എന്നെ പോലെയുള്ള കുറെ കോളേജ് സ്റ്റുഡൻസിന് ആ സമയത്ത്. അങ്ങനെ പത്മരാജൻ സാർ എന്നെ ഓൾ ഇന്ത്യ റേഡിയോ ഒന്ന് കണ്ടിട്ട്, ബാലലോകത്തിൽ കണ്ടിട്ട് എന്നെ സെലക്ട് ചെയ്യുന്നു. ക്യാമറ ടെസ്റ്റിന് പോയതൊക്കെ ഭയങ്കര തമാശ. ഞാൻ അവിടെ മദ്രാസിലേക്ക് വരാൻ പറഞ്ഞു. അവിടെ പോയപ്പോൾ ഞാനും വേറൊരു പയ്യനും ഉണ്ട് ക്യാമറ ടെസ്റ്റിന്. ആ പയ്യനുണ്ട്. ഞങ്ങളോട് ക്യാമറയുടെ മുമ്പിൽ ഓരോന്നൊക്കെ അഭിനയിക്കാൻ പറഞ്ഞു, ചിരിക്കാൻ പറഞ്ഞു. ഇവിടെ ഇങ്ങനെ ക്ലോസപ്പിൽ ഇവിടെ റൈറ്റ് സൈഡിൽ ആരോ കളിക്കുന്നുണ്ട്. അപ്പോൾ ആ കളിക്കുന്ന പയ്യൻ എന്തോ ഒരു തമാശ കാണിച്ചപ്പോൾ നിനക്ക് ചിരി വന്നു, അങ്ങനത്തെ ചിരിക്കാൻ പറഞ്ഞു. നമുക്ക് വല്ല പിടിയുണ്ടോ അത് എന്താന്നുള്ളത് ജീവിതത്തിൽ ആദ്യമായിട്ട്. അപ്പൊ ഞാനൊരു ചിരിയൊക്കെ ചിരിച്ചു. എന്തായാലും എന്നെയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ മറ്റേ പയ്യനെ സെലക്ട് ചെയ്തില്ല. പിന്നെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നെല്ലിയാമ്പതിയിൽ വെച്ചിട്ട് ഭരതേട്ടൻ ഒരു ദിവസം എൻ്റെ അടുത്ത് ചോദിച്ചു, നിന്നെ സെലക്ട് ചെയ്തത് നീ ഭയങ്കര കഴിവുള്ള ഒരാളാണെന്ന് വിചാരിച്ചിട്ടാണെന്ന് നിനക്കൊരു വിചാരമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ല, അങ്ങനെയൊന്നുമില്ല, മറ്റേ പയ്യൻ പരമ ബോറായിരുന്നു, അതുകൊണ്ടാണ് തന്നെ സെലക്ട് ചെയ്തത് എന്ന് പറഞ്ഞു ഭരതേട്ടൻ. അതായിരുന്നു ഭരതേട്ടനെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഏറ്റവും ആദ്യം അതാണ് ഓർമ്മ വരിക എനിക്ക്. ഈ ആർട്ടും സെറ്റും പറയുമ്പോൾ നമ്മൾ നിർബന്ധമായും പറയേണ്ട ഒരു പടത്തിലേക്ക് എത്തുന്നത് വൈശാലി എന്ന് പറയുന്ന സിനിമയാണ്. വൈശാലിയുടെ തുടക്കത്തിൽ തന്നെ ടൈറ്റിൽ തന്നെ ഒരു ട്രോളിങ്ങനെ പോവാ, എത്ര നേരമാണ് അതിനകത്തൊരു തലയൊട്ടി കൂടെ ഒരു പാമ്പ് കയറി പോകുന്നു, ഒരു വൾച്ചർ, ഒരു കഴുകൻ അവിടെ നിൽക്കുന്നു. അവിടെ തൊട്ട് പോയിട്ട് ഈ മോണിറ്റർ ഇല്ലാത്ത കാലത്ത് ഇതിന്റെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ, ഇത് മോണിറ്റർ ഇല്ല, ഗ്രാഫിക്സ് ഇല്ല, ഇതൊന്നും ഇല്ലാത്ത സമയത്താണ് വൈശാലി ചെയ്യുന്നത്. ആ സിനിമയില് ഞാൻ ഭാവിച്ചോണ്ട് ചോദിക്കട്ടെ, ആ സിനിമയില് ഈ ലോമപാത മഹാരാജാവ്, അംഗരാജ്യത്തെ രാജാവ് എന്ന് പറയുന്നത് അതിനു മുമ്പ് ചിലമ്പില് കരാട്ടക്കാരനാണ്. അതിനു മുമ്പുള്ള പടത്തിനകത്ത് താനി മറ്റേ ഡ്രഗ് അഡിക്റ്റ് കോളേജ് കുമാരൻ, വിത്ത് കീറിയ ജീൻസും ബെൽറ്റും വിപ്ലവവും. പിന്നെ ഒരു വളരെ സാത്വികനായ നിന്ന് വളരെ പവർഫുൾ ആയ കാര്യങ്ങൾ എടുക്കുന്ന, എന്നാൽ രാജ്യത്തിന്റെ ദുഃഖം മനസ്സിൽ നമ്മുടെ ശബ്ദം മറ്റേ ഡബ് ചെയ്ത് പ്രസാദ് സാറല്ലേ, പ്രസാദ് സാറിന്റെ ശബ്ദം, പ്രസാദ് സാറിന്റെ ഇദ്ദേഹത്തിന്റെ അതിന് ചോദിച്ചോ, എന്നെ കാസ്റ്റ് ചെയ്ത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടോ ഭരതേട്ടനോട്? ഭരതേട്ടനോട് ചിലമ്പൊക്കെ കഴിഞ്ഞ സമയത്ത് ഭരതേട്ടന്റെ വലിയൊരു ഡ്രീമായിരുന്നു ഈ വൈശാലി എന്ന് പറയുന്നത്. ഒരു 10-15 വർഷമായിട്ട് മനസ്സിൽ കൊണ്ടുവരുന്ന ഡ്രീമാണ്. അപ്പം മഹാഭാരതത്തിലെ ഇങ്ങനെ ഒരു വൺ ലൈൻ, ഇങ്ങനെ ഒരു അംഗരാജ്യത്ത് മഴയില്ലായിരുന്നു, ഋഷിസിംഗൻ വന്ന് മഴ പെയ്ച്ചു എന്നൊക്കെ പല പ്രൊഡ്യൂസേഴ്സിനോടും പറഞ്ഞിട്ട് അത്
അങ്ങോട്ട് ഏക്കുന്നില്ല. ഋഷി സിംഗനായിട്ട് പല ആൾക്കാരും മാറി വന്നു, വിനീതൊക്കെ ആദ്യം വന്നിരുന്നു. ഇതെല്ലാം ചരിത്രമൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, എടാ നിന്നെ കാണുന്നതിന് ഞാൻ 5 വർഷം മുമ്പ് ഒരു സ്കെച്ച് വരച്ചിരുന്നു. എന്നിട്ട് ആ സ്കെച്ചിൻ്റെ എടുത്ത് കാണിച്ചു. കറക്റ്റ് എൻ്റെ രൂപമാണ്, അബ്സല്യൂട്ട്. ആ അപ്പോൾ പുള്ളി പറഞ്ഞു, നിന്നെ ഞാൻ ആദ്യം കണ്ടപ്പോൾ നീ പൂനായിന്ന് വരിക എന്നൊക്കെ പറഞ്ഞ് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് അംഗരാജാവാന്ന് പറഞ്ഞു. പക്ഷെ അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ 10-22 വയസ്സേ ഉള്ളൂ. ആരും അങ്ങനെ അങ്ങോട്ട് സമ്മതിക്കുന്നില്ലായിരുന്നു, പ്രൊഡക്ഷനാണെങ്കിലും. പക്ഷെ ഭരതേട്ടൻ്റെ മനസ്സിൽ ഇതായിരുന്നു. അപ്പോൾ പലരും വേഷമിട്ടു കാര്യങ്ങളൊക്കെ. ഞാനവിടെ മൈസൂരിൽ ചെല്ലുമ്പം, അതായത് ഒരു ദിവസം എന്നെ ഭരതേട്ടൻ ഈ ബോംബെ കാസ്റ്റിങ്ങിൻ്റെ സമയത്ത് ഞാനുണ്ടായിരുന്നു. ഞാനവിടെ ഹത്യ എന്ന് പറഞ്ഞ പൂവിന് പുതിയ പൂന്തന്നലിൻ്റെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ഭരതേട്ടൻ വിളിച്ചു പറഞ്ഞു, എടാ ഞങ്ങൾ അങ്ങോട്ട് വരിക, സൺ ആൻഡ് സ്റ്റാൻഡിലെ ഒരു റൂം പറഞ്ഞ് വെച്ചേക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർ വന്നു. അന്ന് കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അന്നേരം ഞാനിതെല്ലാം കാണുന്നുണ്ട്. അപ്പം വൈശാലിയെ കാസ്റ്റ് ചെയ്യുന്നു. ഋഷി സിംഗിനെ കണ്ടുപിടിച്ചത് ഞാനാ. ഋഷി സിംഗിനെ കണ്ടുപിടിച്ചത് കണ്ടുപിടിച്ചത് അതന്ന് ലിൻഡാസ് എന്ന് പറഞ്ഞൊരു ആഡ് ഏജൻസി ചെന്നിട്ട്, അപ്പോൾ എക്സിസ്റ്റിംഗ് മോഡൽസ് ഒക്കെ നോക്കിയിട്ടൊന്നും ഭരതേട്ടന് പോരാ. അപ്പം ഞാൻ ഈ റിജക്റ്റഡ് ആൽബം വെച്ചിരിക്കുന്ന റൂമിനകത്തോട്ട് കയറി. അപ്പോൾ അതായത് അവര് റിജക്ട് ചെയ്ത ആൾക്കാർ, ഈ മോഡലിംഗ് കമ്പനി റിജക്ട് ചെയ്ത ആൾക്കാരിൽ നിന്നാണ് സിനിമയ്ക്ക് പറ്റിയ ഒരാളെ നായകനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ അതിനകത്ത് കയറി പൊട്ടി പിടിച്ച കുറെ ആൽബങ്ങൾ. അതിനകത്ത് 2 ദിവസം ഇരുന്നിട്ട് 5 പേരെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നു. അതിലൊരാളാണ് ഋഷി സഞ്ജയ് മിത്രയും സുബർണയോ. സുബർണ വേറെ കാസ്റ്റിംഗ് ഏജന്റ് കൊണ്ട് വന്നതാണ്. അപ്പോൾ അങ്ങനെ അപ്പൊ ഒന്നും ഞാൻ സിനിമയിലില്ല. എന്നോട് പറഞ്ഞു, എടാ നീ ഷൂട്ടിങ്ങിന്റെ സമയത്ത് വരണം, രാജാവിന്റെ പുറകെ പടയാളിയായിട്ട് ഒരാൾ കുതിരപ്പുറത്ത് വരുന്നുണ്ട്, അത് നിനക്ക് കറക്റ്റ് എൻ്റെ അതിനായിട്ട് ഞാൻ വരണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് പുള്ളി പോയി. പിന്നെ ഒരു ദിവസം ഞാൻ പൊൻകുന്നത്തെത്തിയപ്പോൾ ഒരു ഫോൺ കോൾ വന്നു. ഒരു ദിവസം ഒരു 7 മണി ഈവനിങ്ങിലാണ് ഫോൺ കോൾ വരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞ്, ഭരതേട്ടനെ വിളിക്കുന്നത്. അന്ന് ലാൻഡ് ലൈനിലാണല്ലോ. ലാൻഡ് ലൈൻ വിളിച്ചു, എടാ നീ പെട്ടെന്ന് മൈസൂർക്ക് വരാൻ പറഞ്ഞു. എന്തിനാ ഭരതേട്ടാ? എടാ നിന്റെ ആ പടയാളിയുടെ സാധനം ഞാൻ പറഞ്ഞില്ലേ. എൻ്റെ ഭരതേട്ടാ, ഇവിടുന്ന് ഞാനൊരു വണ്ടി എടുത്ത് മൈസൂർ വരേണ്ട ഫുൾ നൈറ്റ് ഓടിച്ചു വന്നിട്ട് ഞാൻ ഈ പടയാളിയുടെ വേഷം. എടാ നിന്നോടതല്ലേ പറഞ്ഞു, നീ വരാൻ പറഞ്ഞു. അപ്പം ഞാൻ നമ്മുടെ മാനേജർ കുട്ടി രാത്രിയിൽ ഡ്രൈവ് ചെയ്ത് അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ 2-3 പേര് ലൊക്കേഷൻ ചെന്നു. ലൊക്കേഷൻ തന്നെ ഈ മൈസൂരിൽ നിന്നൊരു 250 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തെ അപ്പോൾ പുള്ളിയുടെ ഒരു ഐഡിയ ഞാൻ പറയാം. പുള്ളിയുടെ പറയുന്നത് ഒരു റസ്റ്റിക് ലുക്കാണ് പുള്ളിയുടെ. കൊട്ടാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അഡോണ്ടായിട്ടുള്ള അതും ഇതുമൊക്കെ തൂക്കിയിട്ട് അങ്ങനെയുള്ള പുള്ളിയുടെ മനസ്സിലുള്ള ആ പടത്തിൽ ആ കൊട്ടാരം എന്ന് പറഞ്ഞാൽ വളരെ റസ്റ്റിക്കായിട്ടുള്ള പഴയ ലുക്ക്. അതാണ് ഓൾവേസ് പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്നത്. അത് ഒന്നുമില്ല, കുറേ തോരണങ്ങൾ അങ്ങോട്ട് തൂക്കി ഇത്രയൊക്കെ ഉള്ളൂ. കുറേ തുണി ഇങ്ങനെ ഇട്ടു, അത് കണ്ടാൽ അറിയാമല്ലോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 1-2 പേര്, പേര് പറയുന്നില്ല, രാജാവിൻ്റെ വേഷമൊക്കെ ഇട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്, ട്രയലൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം ഞാനിതൊക്കെ കണ്ട് ആസ്വദിച്ചു. ഭയങ്കര വേഷമല്ലേ, പണി മാർക്കറ്റൊക്കെ നല്ല പണിയിടും, ഭയങ്കര ഡയലോഗും. കാരണം കഥ എനിക്കറിയാമല്ലോ. നടക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേന് എൻ്റെ ഒരിക്കലൊരു പ്രൊഡക്ഷൻ മാനേജർ വിജയൻ എന്ന് പറഞ്ഞ പുള്ളി വന്നിട്ട് പറഞ്ഞു, ഗോളടിച്ചു. എന്ത് ഗോളടിച്ചു? ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. അങ്ങോട്ട് എല്ലാം പറഞ്ഞു. ഞാനങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ ഭരതേട്ടൻ പറഞ്ഞു, ഇങ്ങോട്ട് വേണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്നു, നീ ആ വേഷം എടുത്തിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ പടയാളിയുടെ വേഷം ഇപ്പുറത്ത്, രാജാവിൻ്റെ വേഷം ഇപ്പുറത്ത്. ഞാൻ നേരെ പടയാളിയുടെ ഇരിക്കലോട്ട് ചെന്നു. അതല്ലടാ ഇത്. അപ്പോൾ ഭരതേട്ട ഇതെന്ത്? എടാ രാജാവിൻ്റെ വേഷം എടുത്തിട്ട്. പൊന്നു ഭരതേട്ട ചങ്കടിച്ചു പോയി. കാരണം ഞാൻ പറഞ്ഞു, ഭരതേട്ടൻ്റെ പേര് ചരിത്രത്തിൽ ഇടം നേടിയ ലോമപാത മഹാരാജാവിന്റെ വസ്ത്രമാണത്. അത് ഞാൻ എപ്പോഴും അത്ഭുതപ്പെടുന്ന കാര്യം. നമ്മളിപ്പോ കാര്യം ഇതൊക്കെ പറഞ്ഞാലും അന്ന് വലിയ ഉരുളൻ പാറക്കല്ലുകൾ വരിക, അന്നത്തെ അരയന്ന വള്ളം, പാട്ടിവര് തുഴഞ്ഞങ്ങോട്ട് പോകുന്ന വള്ളം, മാന്, കടുവ, ഈ ശ്രീരാമേട്ടന്റെ ആശ്രമത്തിലൊക്കെ ചില സിംഹമൊക്കെ വിളിക്കുമ്പോ ഓടലും പോകലും ഒക്കെ ആയിട്ട് അല്ലേ. എന്തൊരു പടമാണ് അതിനകത്തുള്ള ആ പടം. അതിനകത്ത് ആ പാട്ടിൽ ആ കരിങ്കല്ലിൽ വരച്ചിരിക്കുന്ന പല വരച്ചാണെന്ന് ഞാൻ. ആർട്ട് ഡയറക്ടർ കൃഷ്ണമൂർത്തി ആണെങ്കിലും അതിന്റെ മറ്റ് സ്കെച്ചസ്, ഈ ചിത്രങ്ങളൊക്കെ ഭരതേട്ടന്റെ വേറൊരു കാര്യം അറിയാം. നമ്മള് പല ഇംഗ്ലീഷ് പടങ്ങളിലൊക്കെ കേട്ടിട്ടുള്ളൂ. ഈ പാറക്കഷ്ണം നമുക്ക് ഫീൽ ചെയ്യുന്നത് അതിന്റെ സൈസ് കൊണ്ട്. അത് വല്ല ആർട്ടിസ്റ്റിക് ഒറിജിനൽ പാറയൊന്നും, പക്ഷെ അത് ഒറിജിനൽ പാറ പോലെ തോന്നിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ബാലാജി സാറിന്റെ സ്റ്റുഡിയോ ഉണ്ട്, സുജാത സ്റ്റുഡിയോ. അവിടെയാണ് ഇതിന്റെ മിക്സിംഗ് നടക്കുന്നത്. ഞാൻ വേറൊരു പടത്തിന്റെ വർക്കിന് അവിടെ ചെന്നപ്പോ ഭയങ്കര പാറകല്, വലിയ ഉരുളൻ കല്ലുകൾ സ്റ്റുഡിയോന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഇടുക ഭരതേട്ടൻ. ഈ ശബ്ദം എടുക്കാൻ വേണ്ടി കൊടിയുന്ന ഉള്ളില് ലക്ഷ്മി നാരായണൻ.
അല്ല അത്രയും നാച്ചുറലായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് യു ഫീൽ ദാറ്റ് ആ റോക്കൊക്കെ വീഴുന്നത് നമുക്ക് തോന്നിക്കുന്നുണ്ട്. പിന്നെ ഭയങ്കര ഭരതേട്ടന്റെ ഫ്രെയിമിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ വ്യക്തമായ ധാരണയുണ്ട്. ഇപ്പൊ അന്നത്തെ ഈ വൈശാലിയൊക്കെ ഇറങ്ങിയ സമയത്ത് ഈ സിനിമാസ്കോപ്പ് വന്ന സമയമാണ്. അപ്പോൾ ഒരു ഡയറക്ടറുടെ ഭയങ്കര ഡ്രീമാണ് ഒരു സിനിമാസ്കോപ്പ് പടം ചെയ്യാന്നുള്ളത്. അപ്പം അന്ന് ഭരതേട്ടന് ഓഫർ ചെയ്തു, പ്രൊഡ്യൂസർ ഓഫർ ചെയ്തു, അതായത് നമുക്കിത് സിനിമാസ്കോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം മധുവും പാട്ടും പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ അത് ശ്രമിക്കാം. ഭരതേട്ടൻ പറഞ്ഞില്ല, എൻ്റെ ഫ്രെയിം വൈശാലിയുടെ ഫ്രെയിം 35 mm ആണ്. അതാണ് ആ ഒരു ഡയറക്ടറുടെ അത് 15 കൊല്ലം മുമ്പേ ആലോചിച്ച് വെച്ചേക്കുന്നത് അതിനകത്താണ്. അപ്പൊ ഇത്രയും നമ്മൾ ആ പ്രൊഡ്യൂസറെ പടത്തിന്റെ വലിപ്പമൊക്കെ പറയുന്ന സാഹചര്യത്തിൽ നമ്മൾ അറ്റ്ലസ് രാമേന്ദ്രൻ സാറിനെ കൂടി ഈ അവസരത്തിൽ ഒന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹമാണ് അന്ന് വൈശാലി രാമേന്ദ്രൻ എന്നായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുക വഴി അത്രയും വലിയൊരു പടം അന്ന് അതുപോലെ ചെയ്തത് അദ്ദേഹമാണ്. അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല. അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഓർക്കുന്നു. ഞാൻ ഭരതേട്ടന്റെ സിനിമകളുടെ ആരാധകൻ എന്ന നിലയ്ക്കാണ് അവിടെ ഇരിക്കുന്നത്. അതായത് വലിയ പണക്കാരുടെയോ വലിയ വലിയ സെറ്റുകൾ ഇട്ടിട്ട് വലിയ വീട്, വലിയ കാറ്, ഒരു മിഡിൽ ക്ലാസ്സിന് മുകളിലുള്ള സമ്പന്നന്മാരുടെ സിനിമകളില്ല. അതെല്ലാം മിഡിൽ ക്ലാസ്സിനും അതിന് താഴെയുള്ള ഒരു സിനിമകളാണ്. ഏതെടുത്ത് നോക്കിയോളൂ, പ്രയാണം, ഒരു അമ്പലത്തിലെ മേൽശാന്തി, ഒരു പ്രണയം, അവിടെ ആരവം, തകര, ചാമരം, ലോറി, അങ്ങനെ വരുന്ന സിനിമകളെല്ലാം നോക്കിക്കോളൂ. വെങ്കലം, അമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളുടെയാണ്. വെങ്കലം എന്ന് പറഞ്ഞാൽ വെങ്കലപാത്ര തൊഴിലാളികളുടെ വെങ്കലപാത്രമാണ്. ഇതേ ആള് തന്നെ അന്ന് സമയത്ത് ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ദേവരാഗം എന്ന് പറയുന്ന പടം 4 സംസ്ഥാനങ്ങളിൽ അന്ന് ഇറങ്ങുന്ന പടം. തീർച്ചയായിട്ടും 4 സംസ്ഥാനം. ഇപ്പൊ നമ്മുടെ ഇവിടെ നിന്നൊരു പാട്ടുകാരനോ ഡയറക്ടറോ ഒക്കെ ഇന്നത്തെ കാലത്ത് ഒരു പടം ഹിറ്റായി, അയാൾക്ക് തമിഴിൽ നിന്നൊരു ഓഫർ കിട്ടി, അയാൾ തമിഴ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് വലിയ വാർത്തയാണ്. ഇവിടെ നിന്നൊരു ഡയറക്ടർ തമിഴ്. പിന്നെ അന്ന് തേവർ മകനൊക്കെ അന്ന് അവിടെ സംസ്ഥാനം വിട്ടുള്ള പരിപാടികളാണ്. അന്നേ ഇവിടം വിട്ടിട്ടുള്ള എല്ലാ ഭാഷകളിലും പടം ചെയ്യാൻ പോകും. വൻ പരിപാടിയാണ് ഈ തേവർ മകൻ. അതായത് ശിവാജി സാറ് ആ ഷൂട്ടിങ്ങിന് ഇടയ്ക്ക് പറയാണ്, എൻ്റെ സിനിമയ്ക്ക് സെറ്റ് പെയിന്റ് ചെയ്തിരുന്ന ആർട്ട് അസിസ്റ്റന്റ് ആണ് എൻ്റെ ഈ സിനിമയുടെ ഡയറക്ടർ. അത് വളരെ അഭിമാനത്തോടു കൂടിയാണ് ശിവാജി സാർ പറയുന്നത്. അന്ത ആള് താൻ ഇപ്പോൾ വളർന്ന എൻ്റെ ഡയറക്ടർ ശിവാജി സാർ. അതെ, നമ്മളൊരു ആർട്ടിസ്റ്റിന്റെ പൊട്ടൻഷ്യൽ ഏറ്റവും കൂടുതൽ ഒരു ഡയറക്ടർ ഊറ്റിയെടുക്കുക എന്ന് പറയുന്നിടത്താണ് ഈ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അംഗീകാരം കിട്ടുന്നത്. ഡയറക്ടർ അവാർഡ് മാത്രമല്ല, നമ്മുടെ ഒരു പടത്തിൽ വർക്ക് ചെയ്ത മറ്റാളുകൾക്ക് അവാർഡ് കിട്ടുന്നതിനകത്തെല്ലാം കൃത്യം 1% പങ്ക് ഫിലിം ഡയറക്ടർക്കുണ്ട്. അത് എനിക്ക് പറയാനുള്ളത് അത് 100%. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ലിറിക്സിനെ ട്യൂൺ ചെയ്ത് അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയാ ചെയ്യുന്നതെന്ന് എനിക്കൊന്നും അറിയില്ല. എനിക്കൊരു ട്യൂൺ പാടാനറിയാം, ഏത് ട്യൂണും എങ്ങനെയും പാടും. പക്ഷെ അതൊരു അതിൽ ലിറിക്കൽ ഫോർമേഷൻ എങ്ങനെയാ ഉണ്ടാക്കാന്ന് എനിക്കറിയില്ല. അപ്പോൾ അതെന്നെ പഠിപ്പിച്ചത് ഭരതേട്ടനാണ്. അപ്പം ഞാനൊരു സ്ഥലത്ത് ഞാനൊരു ട്യൂൺ പാടി, ആ ട്യൂൺ പാടിയപ്പോൾ അതിൽ ഭരതേട്ടനൊരു വരി പറഞ്ഞു, അതതിന് മാച്ച് ആവുന്നതല്ല. അപ്പം ഭരതേട്ടൻ പറഞ്ഞു, എടാ ഇത് നിന്റെ ട്യൂണിനല്ല, ഇതിനുണ്ടാക്കുക ട്യൂൺ, ആ ലിറിക്സിന് ട്യൂൺ ഉണ്ടാക്കുന്ന പറഞ്ഞിട്ട് ഭരതേട്ടനാണ് ഇത് ഇങ്ങനെ പാടിയത്. പാടാലോ. താരും തളിരും മിഴിപൂട്ടി താഴെ ശ്യാമാംബരത്തിൻ നിറമാറി, താരും തളിരും മിഴിപൂട്ടി താഴെ ശ്യാമാംബരത്തിൻ നിറമായി കേഴുന്നു കേൾപ്പൂ ഞാൻ നിൻ സ്വരം, താവക നിൻ താരാട്ടുമായി ദൂരെയേതോ കാനനത്തിൽ താരും തളിരും മിഴിപൂട്ടി താഴെ ശ്യാമാംബരത്തിൻ നിറമായി. ഒരു കാര്യം, ഇതിപ്പോ പാടിയതിനിടയിൽ മനുഷ്യ സഹജമായ ഒരു ചതി നമ്മൾ 3 ചെയ്തു. അതായത് താവകാദിൻ ടോപ്പ് വന്നപ്പോ പെട്ടെന്ന് 3 പാട്ടുകാർ അതിൽ നിന്ന് അങ്ങ് ഊരി പോയിട്ട് സാർ ഒറ്റപ്പെട്ടു ഇടയിൽ. ഞാനേ അത് ശ്രദ്ധിച്ചുള്ളൂ. നമ്മൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്കും, നമ്മൾ പാട്ടിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്കും, പാട്ട് പാടിയ സ്ഥിതിക്കും നമുക്ക് സംഗീത ബന്ധമുള്ള ഒരാളുടെയും കൂടെ സാന്നിധ്യം ഇവിടെ വിളിക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം നിങ്ങൾ പറഞ്ഞ അക്ഷരങ്ങളെ നൃത്തം ചെയ്യിക്കുന്ന ആളാണ്, ഗാനരചയിതാവാണ്. ഒരുപാട് സൂപ്പർ ഹിറ്റായിട്ടുള്ള പാട്ടുകൾക്ക് വരികൾ എഴുതിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ നമുക്ക് വന്നിട്ട്
പറയേണ്ടതായിട്ടുണ്ട്. സ്നേഹപൂർവം ഓർമ്മയിലെന്നും ഭരതൻ എന്ന ഈ ലക്കത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഭരതൻ സാറിന്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ ഒരാൾ MD രാജേന്ദ്രൻ. സാർ നമസ്കാരം. നമസ്കാരം. നന്ദി വന്നതിൽ. അപ്പൊ ഞങ്ങളിങ്ങനെ പാട്ടൊരെണ്ണം പാടി നിൽക്കുന്ന അവസരത്തിലാണ് രാജൻ സാറിനെ ഇങ്ങോട്ട് വിളിച്ചത്. ഞാൻ പറഞ്ഞു പാട്ടൊക്കെ ഏതാന്നുള്ളത് പറയാം, എനിക്ക് ഒരുപാട് പാട്ടുകൾ അറിയാം, എങ്കിലിപ്പോ ഞാൻ ഏറ്റവും പുതിയ പിള്ളേർക്ക് പെട്ടെന്ന് ഏറ്റവും പുതിയ ആൾക്കാർക്ക് പറയാം. ഇവരിപ്പോ പ്രേമലു എന്ന് പറയുന്ന പടം വന്നപ്പം യയ്യ യാദവ എന്നുള്ള പാട്ട് ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു, ഒരുപാട് റീൽസുകളിലും ഒക്കെ വന്നു, ഒരുപാട് പേര് കളിച്ചു കണ്ടു. ആ പാട്ട് എഴുതിയ ആളാണ് ഈ ഇരിക്കുന്ന ആള്. ഒന്ന് കണ്ടേക്ക്. പറയണ്ടേ, നമ്മൾ അത്ര എങ്കിലും പറയണ്ടേ? പറയണം. പിന്നെ ഒരു കെട്ട് സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള എത്രയോ പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരാളാണ് രാജൻ സാർ. പറയൂ, ഭരതേട്ടനുമായിട്ടുള്ള ഓർമ്മകളിൽ നമുക്ക് തുടങ്ങാം. ഈ ഭരതേട്ടൻ എന്ന് പറയുമ്പോൾ ഈ ആകെ മറ്റുള്ളവരെ മറന്നു പറയല്ല, മലയാളത്തിൽ ഒരു വയലാറ് പോലെ അല്ലെങ്കിൽ വേറൊരാളെ കമ്പയർ ചെയ്യാനില്ല, നിറഞ്ഞു നിൽക്കുന്നൊരു പ്രതിഭ എന്ന് പറയുന്നത് സാക്ഷാൽ ഭരതനാണ്. നമ്മുടെ സിനിമയുടെ മൊത്തം ഒരു ഗ്രാഫ് നോക്കുമ്പോൾ ഈ ഭരതൻ ടച്ച് ഇല്ലാത്ത മലയാള സിനിമയില്ല. ഞാൻ എൻ്റെ അനുഭവം പറയാണ്. ദേവരാജൻ മാസ്റ്റർ എന്ന് പറയുന്ന മഹാമനുഷ്യന് പോലും ഭരതേട്ടൻ്റെ ബഹുമാനമായിരുന്നു. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം, അത് പുതിയ തലമുറയ്ക്ക് അറിഞ്ഞുകൂടാത്തതാണ്. ഈ കാക്കനാടൻ എന്ന് പറയുന്ന വലിയ പ്രതിഭാശാലി, സിനിമയുടെ താല്പര്യമൊന്നുമില്ല, കഥയൊന്നും എഴുതാൻ താല്പര്യമില്ലാത്ത ആളാണ്. പറയാവുന്ന അല്പം ലേശം ലഹരിമയമായിട്ടുള്ള ജീവിതമാണ് പുള്ളിയുടെ, വെള്ളമാണ്. അപ്പൊ പുള്ളി അങ്ങനെ സിനിമയ്ക്ക് താല്പര്യമേ ഇല്ല. അല്ലാശാനെ വെള്ളം അടിക്കരുത്. അതല്ല, അതായത് ലിറിസിസ്റ്റ് ആണല്ലോ, ആദ്യം സാഹിത്യ രൂപേണയും. അത് നിങ്ങളോടല്ല, അതായത് അദ്ദേഹം അത്യം ലഹരിമയമായ ഒരു ജീവിതമാണ്. എന്നെ നോക്കിട്ട് വെള്ളമാണ്. അല്ല, അത് എനിക്ക് മനസ്സിലായില്ല. അല്ല, അതെന്താ അറിയാമോ, കൃത്യമായിട്ട് സാഹിത്യം എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായി എന്ന കാര്യത്തെ ഒന്നുകൂടി ഉറപ്പിച്ചതാണ്. രസം. അപ്പൊ പത്മനാഭൻ പോലുള്ള പ്രതിഭാശാലികളുണ്ട്, കാക്കനാട് ശിഷ്യന്മാര്, മുകുന്ദൻ, പത്മനാഭൻ, ഒരുപാട് OV വിജയൻ, ഇതൊക്കെ ശിഷ്യഗണങ്ങളാ കാക്കനാട്. ബേബിച്ചായനാണ് ഗ്രേറ്റ്. ഈ ബേബിച്ചായൻ ഗ്രേറ്റ് ആണെന്ന് മനസ്സിലായത് ഭരതേട്ടനിൽ കൂടെയാണ്. അപ്പോൾ ഭരതേട്ടൻ്റെ പടത്തിന് വേണ്ടി ലളിത ചേച്ചിയും പിന്നെ ഈ കാക്കനാടിൻ്റെ ഒരു കഥ കിട്ടാൻ വേണ്ടിയിട്ട് KG ജോർജ്, ലളിത, ഭരതൻ ഇവരെല്ലാം കൂടെ ഇങ്ങനെ വട്ടമിട്ട് പിടിക്കുന്ന ഒരു കാലമാണെന്ന്. അങ്ങനെയാണ് ഈ പാർവതി, അടിയറവ് എന്ന് പറയുന്ന ഒരു നോവല് പാർവതിയാക്കിയിട്ട് എടുക്കുന്നതും ഭരതൻ അതിൻ്റെ സംവിധായകനാകുന്നത്. അപ്പം ഭരതൻ്റെ അടുത്തേക്ക് ഞാൻ ചെല്ലുന്നു. അതിൻ്റെ വളരെ ബ്രീഫായിട്ട് പറയാം. ഈ ഭരതൻ കാക്കനാടൻ സംഗമം തന്നെ അത്ഭുതമാണ്, അരൂക്കുറ്റി എന്നുള്ള സ്ഥലത്ത്. അപ്പോൾ കാക്കനാടൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഭരതൻ്റെ ഉച്ചാരണ ശേഷിയിലാണ്. അങ്ങനെ ആ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പാർവതി പാട്ടുകൾ ചെയ്യുന്നു. ഓരോ പാട്ടും എങ്ങനെ വേണം, കാക്കനാടൻ ഓരോന്ന് പ്ലാൻ ചെയ്തു. കാക്കനാടൻ്റെ കഥകൾക്കൊക്കെയുള്ള ഒരു ഗുണം എല്ലാം ഇറോട്ടിക്കാണ്. എല്ലാ കഥകളും ഇറോട്ടിക്കാണ്. ഓസേപ്പിച്ചൊരിക്കും അറിയാവുന്നേ ഉള്ളൂ. ഇറോട്ടിക് എന്ന് പറയുമ്പോൾ ആ രീതിയിലുള്ള സാധനമേ വരുള്ളൂ. അപ്പോൾ മ്യൂസിക് ഡയറക്ടറാക്കിയാൽ ഞാൻ ഉദ്ദേശിച്ച എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ദേവരായ മാഷാണ്, നമ്മുടെ ഗുരു. ഇപ്പോൾ ദേവരായ മാഷാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇറോട്ടിക് പാട്ടുണ്ടാക്കിയ ആൾ. എന്ന് വെച്ചാൽ 79 ഇറങ്ങിയ മോചനം എന്നുള്ള പടത്തിൽ സ്റ്റാൻലിയ പ്രൊഡ്യൂസ് ചെയ്ത്, തൂവാനത്തുമ്പിയുള്ള പ്രൊഡ്യൂസർ ഇയാളാണ്. ആദ്യം ചെയ്ത പടമാണ് ഈ മോചനം. അതിൽ ഈ സൂര്യൻ ഉദിപ്പിച്ച് വന്ന പാട്ടാണ് ആദ്യമായിട്ട് ഞാൻ എഴുതുന്നത്. ഇത് ഈ പ്രത്യേക ഘട്ടത്തിൽ പറയാൻ കാരണം ഭരതൻ്റെ പാർവതി എന്നുള്ള പടത്തിലും ഇതേ സിറ്റുവേഷൻ വരികയാണ്, കുറക്കൂടെ ഭീകരമായിട്ട്. അപ്പോൾ ഭരതൻ എന്നോട് പറയാണ്, എടാ നിന്റെ സൂര്യൻ ഉദിപ്പിച്ച പോലൊരു സാധനം വേണമെന്ന് പുള്ളിക്ക് കിടപ്പുണ്ട്. അപ്പൊ ദേവരാജ മാഷ് പോലും അക്സെപ്റ്റ് ചെയ്ത സെക്സ് ആണല്ലോ ഇത്. അത് ഓക്കെ എന്ന് വെച്ചിട്ട് ഞാൻ അവിടെ ചെന്നപ്പോഴോ, യു വോണ്ട് ബിലീവ്, എനിക്ക് ആ ജോൺസനെ കുറിച്ച് എന്താ ഞാൻ പറയേണ്ടത്. ജോൺസൺ ഭരതൻ്റെ മകനാണോ, ഭരതൻ ജോൺസന്റെ മകനാണോ എനിക്കറിയില്ല. സംഗീതത്തിൽ ജോൺസണും ഭരതനും പിന്നെ ലളിത ചേച്ചി, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു ചെറിയ പ്രോബ്ലം, അത് പറഞ്ഞാൽ കുഴപ്പമില്ല, രണ്ടുപേരും മരിച്ചു പോയതുകൊണ്ട്. ഞാൻ ഈ സത്യഭാമ, ശ്രീകൃഷ്ണൻ്റെ ഭാര്യമാരെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ.
ഒരാളുടെ അടുത്ത് പോകും, മറ്റേ ആൾക്ക് ഇഷ്ടമല്ല. അപ്പം ഞാൻ ഭരതൻ്റെ വീട്ടിലേക്ക് പോകുന്ന വിവരം ഭരതൻ പറഞ്ഞിട്ട് മറ്റേ ആൾ അറിഞ്ഞു. അദ്ദേഹം മിണ്ടാതെ ഇരിക്കുകയാണ്. ഞാൻ മദ്രാസിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തെ വിളിച്ചിട്ടേ ഇങ്ങോട്ട് വരുമെന്നാണ് ധാരണ. ഈ മറ്റവൻ അറിയരുതെന്ന് വെച്ചിട്ടാണ്, രുക്മിണി അറിയണ്ടെന്ന് വെച്ച് രുക്മിണിയെ അറിയിക്കാതെയാണ് ഞാൻ നേരെ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഞാനവിടെ ചെന്ന് ഇരുന്നപ്പോൾ തന്നെ അയാളുടെ ഫോൺ, എന്നോട് പറയാതെ നീ ഭരതൻ്റെ അടുത്ത് പോയി അല്ലേ? ആരാണ്? ഡയറക്ടർ മോഹൻ. അപ്പോൾ മോഹനും ഭരതനുമാണ് നമ്മുടെ രണ്ട് കണ്ണുകൾ. അപ്പോൾ ഭരതൻ പറഞ്ഞു, നീ അവനോട് പറഞ്ഞിട്ട് പോരുന്ന. അവന് ഞാൻ വല്ല കാര്യമുണ്ട്, വിളിച്ചറിയിക്കേണ്ട വല്ല കാര്യമുണ്ട്. അങ്ങനെ ഈ പാട്ട് അവിടെ ചെയ്യാൻ പോയി ഇരിക്കുകയാണ്. അപ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ ഈ പാവപ്പെട്ട ജോൺസണും അദ്ദേഹത്തിൻ്റെ ഒരു തബല വായിക്കുന്ന ഒരു പയ്യനും, ബാലൻ, പേരെനിക്ക് ഇങ്ങനെ വരുന്ന, പേടിച്ചാണ് വരുന്നത്. പുള്ളിയും രുക്മിണി സത്യമായ പ്രശ്നമുണ്ട് പുള്ളിക്ക്. പിന്നെ എനിക്ക് മനസ്സിലായത് പുള്ളിയും പതുക്കെ വന്ന് അടുത്തിരിക്കുന്നു. ലളിത ചേച്ചിക്ക് സംഭവം നേരത്തെ അറിയാം. അപ്പോൾ അവിടെ വന്നിരിക്കുന്നു. ഇരുന്ന് കഴിഞ്ഞ് ഭരതൻ വളരെ കൂളായിട്ട് ചോദിക്കുന്നു, നീ എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞിങ്ങനെ, പെട്ടെന്ന് നീ എന്നാ അങ്ങേരെ ഒന്ന് വിളിച്ചേക്കാൻ പറഞ്ഞു. ഈ അങ്ങേരെ എന്നുള്ളത് ജോൺസൺ അറിയില്ല ആരെയാണെന്ന്. അപ്പോൾ ആ ജോൺസൺ ആരെയാണെന്ന്, ദേവരായ മാഷ് വിളിച്ചിരുന്നു. ദേവരായ മാഷ് അസിസ്റ്റന്റ് ആണല്ലോ പുള്ളി. ജോൺസേട്ടൻ പറയാതെ വന്നിരിക്കുക, ആദ്യത്തെ പടം ട്യൂൺ ചെയ്യുക. ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് ഫോൺ കൊടുക്കുന്നു. അപ്പോൾ അവിടുന്ന് പുള്ളിയുടെ ഡയലോഗാണ്, ഇത് കഷ്ടമെന്ന് ആലോചിച്ച് നോക്കി. ഇതാ ഭംഗിയായിട്ടൊക്കെ ചെയ്യണം കേട്ടോ, ഗുരുത്വദോഷം വാങ്ങിക്കരുത്, ഉപദേശിക്കുകയായിരുന്നു. പറയാതെ വെട്ടിച്ചു വന്നതാണ് പുള്ളി. പുള്ളിയുടെ രണ്ടാമത്തെ പടമാണ്. ആദ്യത്തെ പടം ചെയ്തെങ്കിലും റിലീസായിട്ടില്ല. രണ്ടാമത്തെ പടമാണിത്. ആ ദുഃഖത്തിൽ അപ്പോൾ ഭരതിന്റെ ഡയലോഗ്. അപ്പൊ ഞാനൊരു ഗുരുദോഷം കഴിഞ്ഞിട്ടിരിക്കുക അവിടെ, മോഹനോട് പറയാതെ വന്നിരിക്കുക. ഇവന്മാർക്കൊക്കെ ഈ കള്ളവിദ്യകളാണ്. രണ്ടും തൃശ്ശൂരിൽ നിന്നല്ലേ വരുന്നത്. ജോൺസൺ എവിടെയാണ്? ഞാൻ പറഞ്ഞ അതുകൊണ്ടില്ല, മോഹന് അങ്ങനെ ചെറിയൊരു കോംപ്ലക്സ് ഉള്ള ആളാണ്. അത് കോംപ്ലക്സ് ഒന്നുമില്ല, നിന്റെയാണ് കോംപ്ലക്സ്. അത് പോട്ടെ, നമുക്ക് ആ ഇറോട്ടിക് സോങ്ങിലേക്ക് പ്രവേശിക്കാം എന്ന് പറഞ്ഞിട്ട് ഇനിയാണ് അത്ഭുതം. ഞാൻ ഉദ്ദേശിച്ചു, ഈ ഭരതനാണ്, ജോൺസനാണ്. അപ്പോൾ മ്യൂസിക് വരുന്ന ഏത് ഭാഗത്തും നമുക്കറിയില്ല. ഞാനും കുറച്ച് മ്യൂസിക് ഉള്ളതുകൊണ്ട് ഏത് ഭാഗത്തും നമുക്ക് അറിയില്ലല്ലോ. മാത്രമല്ല കാക്കനാടിന്റെ സബ്ജക്റ്റും സൂര്യൻ ഉദിച്ചേ പറ്റുള്ളൂ. സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ അതിനൊക്കെ കുഴപ്പം. അപ്പോൾ ഞാൻ ആലോചിച്ചു, ജോൺസണ് വല്ലതും തോന്നുന്നുണ്ടോന്ന്. അപ്പോൾ ഭരതന്റെ ഡയലോഗാണ്, അവനല്ല ഞാനാ ഡയറക്ടർ. ഫസ്റ്റ് ഡയലോഗ്. നേരത്തെ ആരോ പറഞ്ഞല്ലോ, ഞാനാണ് ഡയറക്ടർ, എനിക്കാണ് തോന്നുന്നുണ്ടെന്ന്, അവനല്ല എന്ന്. മറ്റേയാൾ കുറച്ചുകൂടെ, ജോൺസൺ ഇങ്ങനെ വിഷമിച്ചിരിക്കുക, ആകെപ്പാടെ തെറ്റ് കാണിച്ച് വന്നിരിക്കുക, ദേവരായ മാഷ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു, എടാ നീ മറ്റേ ആ സൂര്യൻ ഉദിച്ച പോലല്ല, അത് കുറച്ച് ലാഘവത്തിലാണ് ഉദിച്ചത്, കുറച്ച് ലാഘവത്തിലാണ് ഉദിച്ചത്, സ്പീഡിൽ ഉദിക്കണം സൂര്യൻ. കാരണം ഇത് കുറച്ചുകൂടെ സ്പീഡിലുള്ള പ്രണയമാണ്. ഒരു പ്രണയമല്ല, ഒരു താത്വിക ബന്ധമാണ്, ഒരു ഫിലോസോഫിക്കൽ. അത് സ്പീഡിൽ വേണമെന്നുള്ളതാണ് പറയുന്നത്. നമ്മുടെ സംസ്കാരം വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ വാക്കുകൾ ഉപയോഗിക്കുന്നത്. സ്പീഡിലുള്ള ഒരു സംയോഗമാണ് നടക്കുന്നത്, ഇന്റൻസിറ്റി. അപ്പൊ ഞാൻ ആലോചിച്ചു, ദൈവമേ സൂര്യനെ വിട്ടു. അപ്പൊ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നി, കുറുനിരകൾ, പിന്നെ സ്പീഡിനെ സെക്സുമായിട്ട് ബന്ധപ്പെട്ട ഇമേജറി, മഴ. ഓക്കെ, ശരി ഭരതേട്ടാ, ഈ മഴ എന്നൊക്കെ പറയാമെന്ന് ചോദിച്ചു. നീ എന്ത് വേണേ പറഞ്ഞോ, എനിക്ക് സാധനം നന്നായിരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, കുറുനിരയോ മഴ മുകിൽ നിരയോ. അപ്പൊ ഭരതേട്ടൻ, 3 മഴ വേണ്ട, 2 മഴ മതി. ഇങ്ങനെ പെട്ടെന്ന് അതിന്റെ അളവ് മ്യൂസിക്. അപ്പം മറ്റവനെപ്പോഴത്തേക്കും പിടിച്ചു കഴിഞ്ഞു അപ്പുറത്ത്. അവന് കുറുനിരയോ മഴ മുകിൽ നിരയോ. അത് വലിയ കുഴപ്പമില്ല. പിന്നെയും കുറച്ച് സാധനം വരട്ടിരുന്നു പുള്ളി പറയാ, അതുപോലുള്ളത്. ഞാൻ പറഞ്ഞു, ഇനിയിപ്പോ കുറുനിരയോ മഴ മുകിൽ നിരയോ, കുനു ചിഗുരമദന ലാസ്യലഹരിയോ. ജോൺസൺ അലർട്ടാവുന്നു, ഭരതൻ ജസ്റ്റ് ഒന്ന് മൂളുന്നു. വണ്ട് മൂളുന്ന പോലെ ആയിക്കോട്ടെ എന്നൊക്കെ പുള്ളി പറയുകയും ചെയ്യുന്നു. വണ്ടിന്റെ ഒരു മൂളലുണ്ടല്ലോ. അപ്പോൾ വണ്ടിന്റെ മൂളിൽ ആലോചിക്കുക. അപ്പൊ ജോൺസണെ തൃശ്ശൂരുള്ള വണ്ടികളെയൊക്കെ പുള്ളി ഉണ്ടാവും ആലോചിച്ചുകൊണ്ടിരിക്കുക. അവസാനം
ഭരതേട്ടന് പേര് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഭ്രാന്താവും എൻ്റെ മുഖത്തൊക്കെ. സാധനം ഗംഭീര ഒരു സാധനം ജോൺസന്റെ പ്രത്യേക വോയിസ് ആണല്ലോ. ഓറുന്നീരയോ മഴ മഴ മുകളിലേരയോ എന്നുള്ള സാധനം വരുന്നു. നീ പാടണ്ട എന്ന് പറഞ്ഞ് പുള്ളി വരികൾ കൊടുക്കും. ജോൺസൺ എന്ത് ചെയ്യുന്നു, തകടക എന്ന സാധനം വരുന്നു, ഞാൻ ഞെട്ടുന്നു, എല്ലാവരും ഞെട്ടുന്നു. മറ്റേത് ഔട്ട്, ഏത് ഇരുട്ടിൻ്റെ അലക്കെട്ട് ഔട്ട്, ഞാനും ഔട്ടായി. കാരണം വാസ്തവത്തിൽ ജോൺസൺ എന്ന് പറയുന്ന മലയാള MT പറഞ്ഞൊരു വാക്കാണ് ഞാൻ പറയുന്നത്. മലയാള ചലച്ചിത്ര സംഗീതത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമാണ് ജോൺസൺ എന്നാണ് MT പറയാറുള്ളത്. സത്യമാണത്. അത് അവിടെ വെച്ച് നടക്കുകയാണ്. ജോൺസന്റെ ഫസ്റ്റ് ഹിറ്റ്, പാർവതിയിലെ എല്ലാ പാട്ടുകളും ഹിറ്റാണ്. ഈ ഭരതന്റെ സാന്നിധ്യത്തിൽ അവിടെ വെച്ച് ഫസ്റ്റ് ഹിറ്റ് ഉണ്ടാവുകയാണ്.